രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത കോൺഗ്രസ് ഇപ്പോൾ കോടതി നടപടികളിൽ ഒരു നിർണായക ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായും പുറത്താക്കി കുടഞ്ഞെറിഞ്ഞിരിക്കുകയാണ്. രാഹുലുമായി ഇനി ഒരു ബന്ധവുമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു ആ പാർട്ടി. എന്നു മാത്രവുമല്ല, തിരികെ വരവിന്റെ സകല സാധ്യതകളും അടഞ്ഞു എന്ന് മുതിർന്ന നേതാക്കൾ ആണയിട്ട് പറയുന്നു. ഇതോടെ കോൺഗ്രസ് ആ ബാധ്യത ഒഴിയുകയാണോ? ആ ഭാരം ഒഴിയുകയാണോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവരുന്ന ആക്ഷേപങ്ങൾ, അതിന്മേലുള്ള കോടതി നടപടികൾ, ജാമ്യം കിട്ടലോ കിട്ടാതിരിക്കലോ, പോലീസ് നടപടികൾ, ഇവയിലൊന്നും രാഷ്ട്രീയമായി മറുപടി പറയേണ്ട ബാധ്യതയിൽ നിന്ന് പൂർണ്ണമായും കോൺഗ്രസിന് മുക്തമാകാൻ കഴിഞ്ഞോ? ഇനി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരാഗ്രഹിക്കുന്ന വിഷയങ്ങൾ എടുത്തുയർത്താൻ ആ പാർട്ടിക്ക് കൂടുതൽ കരുത്തു കിട്ടുകയാണോ ചെയ്തത്? രണ്ടാമത്തെ പ്രശ്നം, ഇതിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്തുമാത്രം മാതൃകാപരമാണ്? ആ മാതൃക എല്ലാവർക്കും എത്രത്തോളം ദിശാസൂചികകൾ നൽകുന്നുണ്ട്? അല്ലെങ്കിൽ മറ്റെല്ലാ കക്ഷികളും ഇത്തരം നടപടികൾ ഇത്തരം സന്ദർഭങ്ങളിൽ എടുത്തു പോന്നിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് കൂടി നിശ്ചയമായും വഴിവെക്കുന്നുണ്ട് ഇത്. 2, 3 രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു ഇരപിടിയൻ നേതാവ് എങ്ങനെ ഇത്ര കാലം കോൺഗ്രസിനകത്ത് തുടർന്നു പോന്നു? അയാൾക്കെതിരായിട്ടുള്ള പരാതികൾ കോൺഗ്രസ് അവഗണിച്ചു എന്ന ആക്ഷേപം കാതലുള്ളതാണോ? അല്ലെങ്കിൽ ഇത്തരമൊരു നേതാവിനെ തിരിച്ചറിയാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞില്ലേ? വളരെ വേഗത്തിൽ ഉയർന്നു വരുന്ന ഒരാൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലും പിന്നീട് MLA പദവിയിലും വേഗം എത്തുമ്പോൾ അയാൾക്കെതിരായ പരാതികൾ അവഗണിച്ചു എന്ന വാദത്തെ, ആരോപണത്തെ നേരിടാൻ ആ പാർട്ടിക്ക് ഈ രാത്രിയിലും കഴിയുന്നുണ്ടോ? ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടി വിശദീകരിക്കുക മാത്രമാണ് ഇന്നു ചെയ്തത്. തൻ്റെ സന്തത സഹചാരിയായിരുന്ന, താൻ പണിയെടുത്ത് MLA ആക്കിയെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന, താൻ പണിയെടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കിയെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നയാൾ, അങ്ങനെ ഒരാൾ ഇത്ര ഗുരുതരമായ കേസിൽ, ക്രിമിനൽ കേസിൽ അകപ്പെടുമ്പോൾ അയാൾ കുഴപ്പക്കാരനായിരുന്നുവെന്ന് താൻ അറിഞ്ഞില്ല എന്നൊരു വാക്കുപോലും ഷാഫി പറഞ്ഞില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനിയും വിശദീകരിക്കാൻ കോൺഗ്രസിനകത്ത് സംഗതികൾ ബാക്കിയുണ്ടോ? കോൺഗ്രസ് എടുത്ത നടപടി എന്തുമാത്രം മാതൃകാപരം? അത് പിൻപറ്റാൻ എത്ര കക്ഷികൾക്ക് കഴിയും? കോൺഗ്രസിന് ഇനി സ്വന്തം വഴിയിൽ കൂടുതൽ തെളിച്ചത്തോടെ സഞ്ചരിക്കാൻ കഴിയുമോ? ഈ ചോദ്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ ഉയർന്നു നിൽക്കുന്നത്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ CPIM നിന്ന് ശ്രീ നിതിൻ കണിച്ചേരി, കോൺഗ്രസിൽ നിന്ന് വസന്ത് സെറിയക്ക്, ഒപ്പം കോൺഗ്രസ് സഹയാത്രികനും മാധ്യമപ്രവർത്തകനുമായ ശ്രീകുമാർ, നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവരാണ് ഉള്ളത്. ആദ്യം ശ്രീ നിതിൻ കണിച്ചേരി, ഇന്ന് കോൺഗ്രസ് സ്വീകരിച്ച ഈ നിലപാട് സത്യത്തിൽ മാതൃകാപരമല്ലേ? കോൺഗ്രസ് സ്വീകരിച്ച ഈ നിലപാട് ഗത്യന്തരമില്ലാതെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ചെയ്യേണ്ടി വന്നു. ഗതികേട് കൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം ചെയ്തു എന്നത് മാത്രമേ ഉള്ളൂ. ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരം നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ 10, 12 അതിലധികമോ പെൺകുട്ടികൾ രക്ഷപ്പെടുമായിരുന്നു. ഇത്രയേറെ ഗർഭഛിദ്രങ്ങൾ ഈ കേരളത്തിൽ ഇതിനോടകം രാഹുലിൻ്റെ നേതൃത്വത്തിൽ നടക്കുമായിരുന്നില്ല. രാഹുലിനെതിരായിട്ടുള്ള പരാതി എന്നുയർന്നു വന്നതാണ് എന്ന് ഇതിനോടകം തന്നെ മാധ്യമങ്ങളിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ശ്രീ ഷാഫി പറമ്പിൽ, കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ തന്നെ വെളിപ്പെടുത്തി. വർഷങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി കേരളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ മുന്നറിയിപ്പുകൾ പെൺകുട്ടികൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് നൽകിയിരുന്നതാണ്. അന്നൊന്നും കോൺഗ്രസിൻ്റെ നേതൃത്വം അത് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, ഇയാളെ ഒരു കെട്ടഴിച്ച് വിട്ടതുപോലെ കേരളത്തിലാകെ വിടുകയായിരുന്നു. ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള സമീപനം എന്താ? കോൺഗ്രസിൻ്റെ നേതാക്കളെ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളുകളായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ മാറി, കോൺഗ്രസിൻ്റെ നേതാക്കൾ മാറി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെ വിശ്വസിച്ച് അമ്മയും പെങ്ങളും സഹോദരിമാരുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന നിലയിലേക്കെത്തി. അത്തരം വെളിപ്പെടുത്തലുകൾ കേരളത്തിൽ ഒരു മാലപ്പടക്കം പോലെ, ഒരു വെളിപ്പെടുത്തലല്ല, ആ വെളിപ്പെടുത്തലിൻ്റെ തുടർച്ചയിൽ മാലപ്പടക്കം പോലെ ഈ വെളിപ്പെടുത്തലുകൾ വന്നു. അതിഗുരുതരമായി കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ ഇന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഒരു നിലയിലും ഈ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് തിരുവനന്തപുരത്തെ കോടതി ഇട്ടിരിക്കുന്ന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സമീപകാലത്തൊന്നും ഒരു രാഷ്ട്രീയ നേതാവിനെതിരായി ഉയർന്നു വരാത്ത, രാഷ്ട്രീയ നേതാവെന്ന് പോട്ടെ, അങ്ങേയറ്റത്തെ കുറ്റം ചെയ്ത കുറ്റവാളികൾക്കെതിരായി പോലും വരാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഞങ്ങളെന്തോ മാതൃകാപരമായ കാര്യം ചെയ്തു, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് അല്പമെങ്കിലും ഉളുപ്പും ജനങ്ങളുടെ മുമ്പിൽ അവരെ അഭിമുഖീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ കോൺഗ്രസിൻ്റെ നേതൃത്വം പെരുമാറേണ്ടത്? എത്രയോ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഈ വെളിപ്പെടുത്തൽ എന്ന് വന്നതാ
രാഹുലിൻ്റെ ശബ്ദം എന്താ കോൺഗ്രസ്സുകാർ തിരിച്ചറിയാത്തതാണോ? ഈ പറഞ്ഞ നേതാവിൻ്റെ ശബ്ദം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണോ? കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലൂടെയും സംപ്രേഷണം ചെയ്യപ്പെട്ടില്ലേ? ഇയാളുടെ വീഡിയോ കോളുകൾ പുറത്തു വന്നില്ലേ? ഇയാൾക്കെതിരായിട്ട് ഇയാൾ നടത്തിയിട്ടുള്ള ചാറ്റുകൾ അതെല്ലാം ഒരു ചർച്ചയിലിരുന്ന് പറയാൻ കൊള്ളാവുന്ന ചാറ്റുകളാണോ? അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു ഒഫീഷ്യൽ പരാതിയും ഇല്ലാതിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹം വാശിയോടെ നേടിയെടുത്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കുകയും ചെയ്തില്ലേ? അതൊരു നടപടിയല്ലേ? അടുത്ത ഘട്ടത്തിൽ ഇതാ പരാതി വരുന്നു, പരാതി കിട്ടുന്ന മുറയ്ക്ക് അപ്പോൾ തന്നെ പോലീസിന് കൈമാറുന്നു, അദ്ദേഹത്തെ ഇതാ ഇപ്പോൾ പൂർണ്ണമായും പുറത്താക്കുന്നു, ഇനി തിരികെ പ്രവേശിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ഈ പരാതികൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ നടപടിയെടുത്തു എന്ന ചോദ്യം ഏതെല്ലാം കേസിൽ ചോദിക്കാൻ കഴിയും? ഏതെല്ലാം കേസിൽ നമുക്ക് ചോദിക്കാൻ കഴിയുന്നതാണ്? അങ്ങനെ എടുക്കാത്ത ഏതെല്ലാം പാർട്ടികളുണ്ടെന്ന് നമുക്കറിയാം. ഇനിയിപ്പോ കോടതി കുറ്റവാളി എന്ന് കണ്ടെത്തിയ ആളുകളെ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ഇപ്പൊ പോലും വേണമെങ്കിൽ കോൺഗ്രസ് ചെയ്യാമായിരുന്നല്ലോ. പരാതി മാത്രമല്ലേ ഉള്ളൂ, കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കുറ്റക്കാരനെന്ന് വിധിച്ചില്ലല്ലോ, ശിക്ഷ വിധിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അയാളെ സംരക്ഷിക്കാമായിരുന്നല്ലോ. ആരെയെല്ലാമോ ഏതെല്ലാമോ പാർട്ടികൾ സംരക്ഷിച്ചതുപോലെ ഇപ്പൊ നിങ്ങൾ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന എന്താണ്? അദ്ദേഹം പാർട്ടി ചുമതലയിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞല്ലേ? ജില്ലാ കമ്മിറ്റിയിലുണ്ട്, അത് മറച്ചു വെച്ചൊരു കള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ട് സംരക്ഷിക്കാമല്ലോ. കുഞ്ഞനന്തന്റെ കേസിൽ അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചില്ലേ? ആ കോടതി തന്നെയും തെറ്റാണെന്ന് പറഞ്ഞല്ലേ അദ്ദേഹത്തെ സംരക്ഷിച്ചത്? ഇപ്പൊ ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ കൊലയാളി എന്ന് പറഞ്ഞാൽ കൊലപാതകം എന്ന് പറഞ്ഞ നിഷ്ഠൂരമായ ആക്ടിൽ പങ്കെടുത്ത ആൾ, ആ ആളുടെ കല്യാണത്തിന്റെ മുഖ്യകർമ്മിയായി പോയത് നിങ്ങളുടെ MLA അല്ലേ, ഇപ്പോഴത്തെ സ്പീക്കർ? അപ്പോൾ ആ നില സ്വീകരിക്കാമായിരുന്നു, കോൺഗ്രസിന് ചെയ്തില്ലല്ലോ. അവരെ കോടതി വിധിക്ക് കാത്തില്ല, അന്തിമ വിധിക്ക് കാത്തില്ല, ഒന്നിനും കാത്തില്ല, പുറത്ത് എന്ന് പറഞ്ഞു. നിങ്ങൾ ആ നടപടിയെ ഒരു നിലയ്ക്കും അംഗീകരിക്കില്ല എന്നത് ഏത് യുക്തിയാണ്? ഇഷാദെ, നിങ്ങൾ കുഞ്ഞനന്തനെയും അതുപോലെ മറ്റു പലരെയും എല്ലാം ചൂണ്ടിക്കാണിച്ച് ഉദാഹരണം പറഞ്ഞ് വെളുപ്പിച്ചെടുത്താൽ വെളുപ്പിക്കാൻ പറ്റുന്നതാണോ കോൺഗ്രസിന്റെ നേതാവായിരുന്ന രാഹുലിനെ? ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കുക എന്ന ഉദ്ദേശം എനിക്കില്ല. ഒരു ക്രിമിനലിനെ അകത്ത് വെച്ചുകൊണ്ടിരുന്നില്ല, അവർ പുറത്താക്കിയെന്നാണ് എന്റെ പോയിന്റ്. രാഹുലിനെ ഞാൻ വെളുപ്പിക്കുന്നുവെന്ന് മട്ടെടുക്കല്ലേ. രാഹുലിനെ കോൺഗ്രസ് കൊണ്ടു നടക്കുന്നില്ല, അവരദ്ദേഹത്തെ കളയുന്നു എന്നാണ്. ക്രിമിനലുകളെ എനിക്ക് ക്ലാരിറ്റി വരുത്തണല്ലേ. താങ്കൾ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ പണിയെടുക്കുന്നു. ക്രിമിനലുകളെ കൊണ്ടു നടക്കുന്നില്ല. ആ പോയിന്റിൽ ഊന്നി സംസാരിക്കാമോ താങ്കൾ? ഇല്ല, നിഷാദ് വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. നിഷാദിൻ്റെ ചില പ്രയോഗങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. കുഞ്ഞനന്തനെ പറ്റിയും മറ്റു പലരെയും പറ്റി താങ്കൾ ഉദാഹരിച്ചുകൊണ്ട് പറയുമ്പോൾ രാഹുലിനെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് തോന്നിയാൽ പ്രേക്ഷകരെ കുറ്റം പറയാനാവില്ല. കോൺഗ്രസിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞോളൂ. കോൺഗ്രസിനെ ഞാൻ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞാൽ താങ്കൾക്ക് ഒരു ആരോപണമായിട്ട് ഉന്നയിക്കാം. രാഹുലിനെ അല്ലല്ലോ ഞാൻ പറഞ്ഞ, ക്രിമിനലിനെ തള്ളി അവര്. നിങ്ങൾ തള്ളിയില്ല എന്ന എന്റെ പോയിന്റ്. അല്ല, ഈ രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അയാൾ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അയാളെ കൂട്ടിക്കൊണ്ടുപോയ ആൾ കോൺഗ്രസിൻ്റെ നേതാവായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്, സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. വീക്ഷണം പത്രത്തിൽ ഇതെല്ലാം നടന്നതിന് ശേഷം മുഖപ്രസംഗം എഴുതി. ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു പത്രം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പത്രം ഇതുവരെ ഉണ്ടാവില്ല, അങ്ങനെ എഴുതി. ഒരു നടപടിയും ഉണ്ടായില്ല. വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ പരിശ്രമവും അവർ നടത്തി. ഇപ്പോൾ അതിനുശേഷം ഈ പാലക്കാട്ടേക്ക് വന്നു. പാലക്കാട്ട് MP, DCCയുടെ പ്രസിഡന്റ്, KPCCയുടെ സെക്രട്ടറി, പാലക്കാട്ട് നഗരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ചേർന്ന് കൊട്ടി ആഘോഷിച്ചുകൊണ്ടാണ് ഇയാളെ പോയത്. ഇതെല്ലാം ഈ ആരോപണങ്ങൾ നിൽക്കുമ്പോഴാണ് എന്ന് ഓർക്കണം. ഈ രാഹുലിൻ്റെ ശബ്ദവും വീഡിയോ കോളും ചാറ്റുകളും എല്ലാം പുറത്തു വന്ന് ഇതെല്ലാം സമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ചയായി നിൽക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇയാളെയും കൊണ്ട് വീണ്ടും പാലക്കാട്ടേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ പാലക്കാട്ടുള്ള സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൽ, അതിൻ്റെ യോഗത്തിൽ, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ, അവർക്ക് വേണ്ടിയിട്ടുള്ള വീട് കയറിയുള്ള പ്രചരണം ഇതെല്ലാം നടത്തി. എന്തേ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഇയാളോട് ചോദിക്കാമായിരുന്നില്ലേ? നിങ്ങളുടേത് എന്ന് കരുതുന്ന ഒരു ശബ്ദം പുറത്തു വരുന്നു, നിങ്ങളുടെയാണോ അല്ലയോ? ഇതുവരെ നിഷേധിക്കാൻ പോലും രാഹുലിന് തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം അത് ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ഗത്യന്തരമില്ലാതായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മാലപ്പടക്കം പോലെ ഇനിയും പരാതികൾ വരും. പരാതികൾ ഇപ്പോൾ വന്നത് എങ്ങനെയൊക്കെയാണ്? ഞാൻ ഈ കാര്യം നേരത്തെ അറിയിച്ചിരുന്നു. ഇയാളുടെ സ്വഭാവ വൈകൃതത്തെപ്പറ്റി ഒരു ഇരപിടിയനായി നടക്കുന്ന രാഷ്ട്രീയമെന്ന് പറയുന്നത് പെണ്ണ് പിടിക്കാനുള്ള ലൈസൻസാണ് എന്ന് കരുതി നടക്കുന്ന ഒരാളെക്കുറിച്ച് ഞാൻ ഷാഫി പറമ്പലിനോട് അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞതാരാ?
CPM-കാരോ DYFI-കാരോ അല്ല പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരു വനിത അന്ന് പറഞ്ഞപ്പോ ഹൂ കെയേഴ്സ് എന്ന സമീപനം ആരെടുത്തു? അതായത് ഇത്തരം ഒരാൾ എങ്ങനെ കോൺഗ്രസിൽ വളർന്നു, അയാൾക്കെതിരായി ഉയർന്നു വന്നിട്ടുള്ള പരാതികളെ എന്തുകൊണ്ട് അവഗണിച്ചു, അയാൾക്കെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് ഇത്ര വൈകി, ഈ ചോദ്യങ്ങളെല്ലാം വാലിഡ് ആണ്. നിശ്ചയമായും അത് കോൺഗ്രസിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ രാഹുലിനെ നിശ്ചയമായും അയാൾ ഇരപിടിയനാണ് എന്ന പ്രശ്നം കോൺഗ്രസിന്റെ മുമ്പിലുള്ളതാണ്. പരാതികളായും അല്ലാതെയും വന്നിട്ടുള്ളതാണ്. അയാളെ വളർത്തിക്കൊണ്ടുവരാൻ സവിശേഷ താല്പര്യം ചില കേന്ദ്രങ്ങൾ കാണിച്ചു, ഗോഡ് ഫാദർമാർ പ്രവർത്തിച്ചു, വസ്തുതയാണ്. കോൺഗ്രസ് മറുപടി വരേണ്ട കാര്യമാണ്. എങ്കിലും ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഈ സന്ദർഭത്തിൽ അയാളെ പൂർണ്ണമായും കുടഞ്ഞെറിയാൻ ആ പാർട്ടി തീരുമാനിച്ചു. അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ വികാരത്തെ ഒരു പാർട്ടി മാനിക്കലാണ്. കേരളീയ പൊതുസമൂഹം രാഹുലിനെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അയാളെ കൊണ്ട് നടക്കാൻ കഴിയില്ല. കേരളത്തിലെ ജനറൽ പബ്ലിക്കിന്റെ വികാരത്തെ ഒരു പാർട്ടി മാനിക്കുന്നു എന്നത് മാനിക്കാത്ത പാർട്ടികൾക്കൊരു പാഠമല്ലേ? പക്ഷെ താങ്കൾ പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാം. കോൺഗ്രസിന്റെ നേതൃത്വം ഈ വിവാദം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ, ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അന്വേഷിച്ച് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തി ഇയാൾക്കെതിരായി നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ, കോൺഗ്രസിൽ നിന്ന് പുറന്തള്ളിയിരുന്നുവെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കാം. എത്രയോ കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞു, ഉമാ തോമസ് അടക്കമുള്ള കേരളത്തിലെ വനിതാ MLA-മാർ, കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞു ഇയാളെ കോൺഗ്രസ് വെച്ചുകൊണ്ടിരിക്കരുത്. അതിനുശേഷമാണ് വീക്ഷണം പത്രം മുഖപ്രസംഗം എഴുതുന്നത്, KPCC-യുടെ മുൻ പ്രസിഡന്റ് ഇയാളെ ന്യായീകരിക്കുന്നത്, UDF-ന്റെ കൺവീനർ ഇയാളെ ന്യായീകരിക്കുന്നത്. ഇതെല്ലാം കേരളത്തിൽ നടന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ എന്ന വാക്കു തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഗത്യന്തരമില്ലാത്ത സാഹചര്യത്തിലാണ് ഇയാളെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി കോൺഗ്രസ് എടുത്തത്. കോൺഗ്രസ് അതിന് നിർബന്ധിതമാവുകയായിരുന്നു. അല്ലാതെ കോൺഗ്രസിന്റെ ധാർമ്മികമായ പ്രതലമോ ബോധ്യമോ അല്ല ഇതിനവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്നാണ് CPIM ആ കാര്യത്തിൽ പറയുന്ന അഭിപ്രായം. വസന്ത് സൂര്യക്കന്റെ കൂടെ വസന്ത് കോൺഗ്രസിന്റെ ധാർമ്മികതയില്ല. വസന്ത് നോക്കൂ, നിങ്ങൾ ഈ സന്ദർഭത്തിൽ അയാളെ പുറത്താക്കിയിരിക്കുന്നു. കേരളം അത് ആഗ്രഹിച്ചു അയാളെ പുറത്താക്കണമെന്ന്, അത് നിങ്ങൾ ചെയ്തു. ആ ഓഡിറ്റിന് നിങ്ങൾ വിധേയമാകുന്നു. കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾക്കുള്ള പ്രതിബദ്ധതയെ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ വിചാരിക്കാം, അത് ഓക്കെയാണ്. പക്ഷേ ഇതുപോലെ ഒരു ക്രിമിനൽ ഉയർന്നു വരിക, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുക, പൊടുന്നനെ MLA ആവുക, അയാൾ പ്രശ്നമുണ്ടാകുന്ന സന്ദർഭത്തിലും അയാളെ സംരക്ഷിച്ചു പിടിക്കുക, അയാൾ പുറത്തു പോയതിനു ശേഷവും അയാൾക്ക് റീ എൻട്രിക്ക് പാർട്ടി തന്നെ വഴിയൊഴുക്കുക, ഇതൊക്കെ സംഭവിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. എന്ന് വെച്ചാൽ ഏത് ക്രിമിനലിനും കോൺഗ്രസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും, ഏതൊരാൾക്കും ഏത് പ്രധാനപ്പെട്ട കസേരയിലും ഇരിക്കാൻ കഴിയും എന്ന നിലയ്ക്ക് ഗുരുതരമായ കുഴപ്പം അനുഭവിക്കുന്നുണ്ടോ നിങ്ങളുടെ ഇന്റേണൽ മെക്കാനിസം? ഈ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അല്ല നിഷാദ്, നോക്കൂ, അദ്ദേഹം പറഞ്ഞത്, നിതിൻ കണിച്ചേരി പറഞ്ഞത് ഗത്യന്തരമില്ലാത്ത സമയത്ത് കോൺഗ്രസ് രാഹുലിനെ കൈവിട്ടു എന്നാണ്. എന്നാൽ നോക്കൂ, ആഴക്കടലിൽ മുങ്ങിത്താഴുന്ന കണക്കിന് കഴുത്തിൽ തിരികല്ല് കെട്ടി ആ പാർട്ടി താഴേക്ക് വീണു പോകുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും മുകേഷ് അടക്കമുള്ള സെക്ഷൽ പ്രഡേറ്റേഴ്സിനെ, സ്ത്രീ പീഡകരെ, വേട്ട നായ്ക്കളെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന പാർട്ടിയാണ് CPIM എന്ന് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാതെ വയ്യ. നിങ്ങളുടെ മന്ത്രിസഭയുണ്ടല്ലോ ശ്രീ നിതിൻ, ആ മന്ത്രിസഭയിലുണ്ട് 2 പ്രൊഡേറ്റേഴ്സ്. ഒരാളുടെ ഓഡിയോ അടക്കം പുറത്തു വന്നതാണ് കേട്ടോ, അത് അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. രണ്ടാമത്തെ ആൾക്കെതിരെ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ, പിന്നീട് 1 ഡസൻ പരാതികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇനി കൊല്ലത്ത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന മുകേഷ് ഉണ്ടല്ലോ, അയാൾ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് അയാളുടെ ആദ്യ ഭാര്യ 7-ാം മാസത്തിൽ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ എന്റെ അടിവയറ്റിലേക്ക് കുഞ്ഞടക്കമുള്ള ഗർഭാവസ്ഥയിൽ ആഞ്ഞു ചവിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ കോടതിയിൽ കേസ് കൊടുത്തത്. ആ കേസും കൂടി അംഗീകരിച്ചുകൊണ്ടാണ് കേട്ടോ ആ കോടതി അവർക്ക് ഡിവോഴ്സ് അനുവദിക്കുന്നത്. അതിനുശേഷമാണ് കേട്ടോ നിങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് കേട്ടോ നിങ്ങൾ കൊല്ലത്ത് മത്സരിപ്പിക്കുന്നത്. അതിനുശേഷമാണ് കേട്ടോ വിവിധ തരത്തിലുള്ള പരാതികൾ അയാൾക്കെതിരെ വരുന്നത്. അതിനും ശേഷമാണ് കേട്ടോ നിങ്ങൾ അയാളെ കൊണ്ടുപോയി കൊല്ലം പാർലമെന്റിൽ മത്സരിപ്പിക്കുന്നത്. അതിനും ശേഷമാണ് കേട്ടോ കൊല്ലത്ത് ഇതാ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരനായി ആ മുകേഷ് അവിടെ ഉള്ളത്.
അതിനും ശേഷമാണ് കേട്ടോ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയിട്ട് ഇതാ തൽക്കാലം അഗ്നിശുദ്ധി വരുത്തിയിട്ട് മടങ്ങി വരാൻ ആണെങ്കിൽ അഗ്നിശുദ്ധി വരുത്തിയിട്ട് മതി ഇനി സംസാരമെന്ന് ഞങ്ങളുടെ ഇടയിലുള്ള ഒരാൾക്കെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോ നിലപാടെടുത്തിട്ടാണ് ഇതിനെ ഞങ്ങളൊക്കെ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് അല്ലെ ഒരു 3 മാസം മുമ്പാണെന്ന് തോന്നുന്നു ഈ രാഹുലിനെതിരായ ആരോപണം ആദ്യം വരുമ്പോ അന്ന് CPM-ന്റെ പ്രതിനിധിയായി എന്നോടൊപ്പം ചർച്ചയിൽ ഉണ്ടായിരുന്നത് സഹാബ് അനിൽകുമാറാണ്, കോട്ടയത്ത് നിന്നുള്ള. അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ രാഹുലിനെ പുറത്താക്കൂ, ഞങ്ങൾ ആ അടുത്ത നിമിഷം മുകേഷിനെ പുറത്താക്കുമെന്ന്. ചെക്ക് വെക്കുകയാണ്. പുറത്താക്ക് മുകേഷിനെ, പുറത്താക്ക്. ഇനി കടകംപള്ളി റെയിൻകോട്ട് കൂടി എടുത്തോണം കേട്ടോ, എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാണ് എന്ന തരത്തിലുള്ള വിവിധ തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകൾ ഇതിനെ കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ മുമ്പിലുണ്ട്. അവരെ എല്ലാം ചേർത്ത് പിടിച്ച പാർട്ടിയാണ് നിങ്ങൾ. കഴിഞ്ഞ ദിവസം ശ്രീമതി ടീച്ചർ പ്രിയങ്ക ഇതൊക്കെ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ശ്രീമതി ടീച്ചറാണ് കേട്ടോ ഈ മറ്റേ അളക്കുന്ന മെഷീനുമായി ഏത് തീവ്രത അളക്കുന്ന ഈ ഇത്ര റിക്ടറിൽ സുനാമി ഉണ്ടായി എന്ന കണക്കിന് അളക്കാനുള്ള റിക്ടർ സ്കെയിലുമായി അവർ വണ്ടി കയറിയതൊന്നും ഞങ്ങളൊന്നും മറന്നിട്ടില്ല ഇതിനെ. അല്ലല്ല, CPIM-നെ കുറിച്ച് അങ്ങനെ ഉന്നയിക്കാൻ നിരവധിയായ വിമർശനങ്ങൾ അവിടെ ഉണ്ട്. ഈ കുഴപ്പക്കാരായ ആളുകൾ, കോടതി ശിക്ഷിച്ച ആളുകൾ, കേസുള്ള ആളുകൾ, ഇവർക്കെതിരെയൊക്കെ സംഘടനാപരമായ നടപടിയെങ്കിലും എടുത്തെന്നുള്ള ചോദ്യം CPM കേൾക്കേണ്ട ചോദ്യം തന്നെയാണ്. അതിന് മറുപടിയിലേക്ക് അദ്ദേഹം എത്തുമെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ ചോദിക്കുന്ന വസന്ത്, ഇതിനകത്തൊരു കാര്യമുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ എത്ര വർഷങ്ങളായിട്ട് ആളുകളെ വലവീശി പിടിച്ച് പീഡിപ്പിക്കുകയായിരുന്നു, ദ്രോഹിക്കുകയായിരുന്നു എന്നതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കാണണം. എന്നിട്ടും പക്ഷെ അയാൾക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അയാൾക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും MLA-യും ആകാൻ കഴിയുന്നു. പുറത്തായതിനു ശേഷവും, ഗുരുതരമായ പരാതി കേട്ട് പുറത്തായതിനു ശേഷവും അയാൾക്ക് പാലക്കാട് വഴി റീ എൻട്രി നടത്താനുള്ള സഹായം പാർട്ടിക്കാർ ചെയ്തു കൊടുക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ പാർട്ടിയിൽ ആർക്കും ഈ പണിയൊക്കെ എടുക്കാം, നാട്ടുകാർ ബഹളം വെച്ചാലേ അത് പിടിക്കപ്പെടൂ, പുറത്താക്കപ്പെടൂ എന്ന പ്രശ്നം നിങ്ങളുടെ പാർട്ടിയുടെ ഇന്റേണൽ മെക്കാനിസത്തിനുണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, അതുകൊണ്ടാണ് നിഷാദ് ഞാൻ മുകേഷിന്റെ കേസിലെ ക്രോണോളജി പറഞ്ഞത്. അതായത് രാഹുലുമായി ബന്ധപ്പെട്ട് രാഹുൽ MLA ആയതിനു ശേഷമാണ് ഇത്തരം പരാതികൾ വരുന്നത്, അല്ലെങ്കിൽ അയാൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ പ്രധാനപ്പെട്ട നേതൃത്വം കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുമ്പോൾ ഷഹനാസ് പറഞ്ഞില്ലേ കുഴപ്പമാണേ ആക്കല്ലേ ഇയാളെ എന്നപ്പോ പുച്ഛിച്ചു എന്നാണ് ഇന്ന് ഷാഫി പറഞ്ഞത്. ഷാഫി പ്രതികരിച്ചു. ഷാഫിയോട് ഇന്ന് ചോദിച്ചു, ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഷാഫി വഴുക്കി, മറുപടി പറഞ്ഞില്ല. ഷഹനാസിനോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പോലും പറഞ്ഞില്ല. അദ്ദേഹം പറയാണ്, എൻ്റെ മുൻപിൽ ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കൃത്യമായ പരാതി വരുന്നത് ഇപ്പോഴാണ്. എന്ന് വെച്ചാൽ അതിന് മുൻപ് ഈ കൃത്യത ഉള്ള ചില ഒഫീഷ്യൽ ഫോർമാറ്റ് അല്ലാത്ത പരാതി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. ഇന്ന് ഷഹനാസിന്റെ പരാതി സമ്മതിക്കുകയാണ്. അദ്ദേഹം പുച്ഛിച്ച് ചിരിച്ചു. ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് ഷഹനാസ് ഇന്നലെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു സാഡ് സ്മൈലി തിരിച്ചയച്ചു. ഇതൊന്നും വിശദീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഒരു കുഴപ്പക്കാരനാണെന്ന് പോലും അന്നും ഇന്നും ഇപ്പോഴും ഷാഫി പറയുന്നില്ല കേട്ടോ. പാർട്ടി നടപടി അദ്ദേഹം വിശദീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഈ ക്രിമിനലുകൾക്ക് രക്ഷാകർതൃത്വം ഉണ്ടായിരുന്നു എന്ന പ്രശ്നം നാട്ടുകാരും മീഡിയയും ബഹളം വെച്ചപ്പോൾ നടപടിയെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ നിർബന്ധിതമായി എന്ന ആക്ഷേപം ഇപ്പോഴും ഉന്നയിക്കാൻ കഴിയുന്ന ഞാൻ പറയുന്നത്. നിഷാദ്, ഈ പരാതി വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോഴാണ് കേട്ടോ. അതിന് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, NSUവിന്റെ ദേശീയ ഭാരവാഹിയായിരുന്നു. ഈ പദവികളിലെല്ലാം കൂടെ കടന്നു വന്ന ആളാണ് രാഹുൽ. ആ സമയത്തൊന്നും ഇത്തരത്തിലുള്ള പരാതി കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ അങ്ങ് പറയുന്ന പോലെ ഷാഫി പറമ്പിൽ നിന്ന് വ്യക്തിപരമായി ഇപ്പൊ കോൺഗ്രസിനുള്ളിലെ പൊളിറ്റിക്സ് ഒക്കെ അങ്ങേക്ക് അറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പലരും അതും ഇതൊക്കെ ലീഡർഷിപ്പിന്റെ മുമ്പിൽ എത്തിക്കാറുണ്ട്. അല്ലാതെ വളരെ കൃത്യമായ, വളരെ പോയിന്റഡ് ഔട്ടായ ഒരു പരാതി കോൺഗ്രസ് ലീഡർഷിപ്പിന് കിട്ടുന്ന അടുത്തിടയ്ക്കാണ്. അന്നാണ് അയാളെ ആദ്യമായി പാർട്ടി സസ്പെൻഡ് ചെയ്യുന്നത്. ഇന്നിതാ ഈ രാജ്യത്തെ നിയമ സംവിധാനം, അത് സെഷൻസ് കോടതി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ജാമ്യമാണ് തള്ളിയത്. ആ ജാമ്യം തള്ളിക്കൊണ്ട് സെഷൻസ് കോടതി പറയുകയാണ്, പ്രഥമ ദൃഷ്ട്യാ ഈ കുറ്റം നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതിന്റെ ആദ്യ മണിക്കൂറിൽ, ആദ്യ നിമിഷത്തിൽ അയാളെ പുറത്താക്കാനാണ് ഈ പാർട്ടി തീരുമാനിച്ചത്. അത് അഭിമാന പുരസ്കാരം എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ക്രോണോളജി അങ്ങ് മറക്കരുത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ പീഡകനാണ് എന്ന് കോടതി കണ്ടെത്തി ഡിവോഴ്സ് കൊടുത്തതിന് ശേഷമാണ് മുകേഷിനെ ഇവർ ആനയിച്ച് മത്സരിപ്പിച്ചത് അടക്കമുള്ളത്. ഇനി അദ്ദേഹം വീക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു, അതിനുകൂടി ഉത്തരം പറയാം. വീക്ഷണത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ മുഖപത്രമാണ്. ഇപ്പൊ ശ്രീകുമാർ സാറിന്റെ അകത്തുണ്ട്, അദ്ദേഹം ഉത്തരം പറയും. എങ്കിൽ പോലും കോൺഗ്രസിന്റെ മുഖപത്രമാണെങ്കിലും കോൺഗ്രസ് കംപ്ലീറ്റ്ലി ഡ്രിവൺ അല്ല ആ പത്രം. പക്ഷേ ആ പത്രത്തിൽ അങ്ങനെ ഒരു ലേഖനം വന്നതിന്റെ പിറ്റേന്ന് PCC അധ്യക്ഷൻ
ഈ പാർട്ടിയുടെ PCC അധ്യക്ഷൻ, ഈ പാർട്ടിയുടെ CLP ലീഡർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, KC വേണുഗോപാൽ അടക്കം ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ടവരെല്ലാം അതിനെ തള്ളി പറഞ്ഞു. എന്നാൽ ആന്തൂർ സാജൻ മരിച്ചതിന്റെ പിറ്റേ ദിവസം സാജന്റെ ഭാര്യയുടെ അവിഹിതമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നെഴുതിയ ദേശാഭിമാനിയെ ന്യായീകരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയെ നമ്മൾ കണ്ടതാണ് കേട്ടോ. അപ്പൊ അതടക്കമുള്ളത് കേരളത്തിന്റെ പൊതുമനസാക്ഷി ഇനി ചർച്ച ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിഷാദ് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചല്ലോ, അന്നൊന്നും ഞാൻ ഇത് പറഞ്ഞില്ലല്ലോ, ഈ താരതമ്യങ്ങളെ പറ്റി പറഞ്ഞില്ലല്ലോ. പക്ഷെ കേരളത്തിന്റെ പൊതുമനസാക്ഷി, സാധാരണക്കാർ, കേരളത്തിലെ വോട്ടർമാർ, ധാർമ്മികമായി അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ച നിലപാട് വേറെ ഏതൊക്കെ പാർട്ടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം മലയാളി ആലോചിക്കുന്ന സന്ദർഭമാണ് ഇനി വരാൻ പോകുന്നതാണ്. അല്ല, ശ്രീ ദാമോദർ പ്രസാദ്, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വല്ലാതെ ബുദ്ധിമുട്ടി എന്നത് സത്യമാണ്. കാരണം അവർക്ക് പറയാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ എല്ലാത്തിൻ്റെയും കൂലി കൂട്ടിയ സർക്കാർ, കരം കൂട്ടിയ സർക്കാർ, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ CPM നേതാക്കൾ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയണം എന്നാഗ്രഹിച്ചു. പക്ഷേ ഈ നിമിഷം വരെ അത് ഉയർത്തി നിർത്താൻ അവർക്ക് കഴിയുന്നില്ല. കാരണം രാഹുൽ ഉണ്ടാക്കിയിട്ടുള്ള തൊല്ല ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. നാളെ മുതൽ കോൺഗ്രസിനെ കൊണ്ടത് പറ്റുമോ, അതോ ഇപ്പോഴും ഈ അതിൻ്റെ ബാഗേജ് ഇനിയും പേറേണ്ടി വരുമോ കോൺഗ്രസ്? നിഷാദ്, ഇന്ന് ഒരിടത്തിൽ വളരെ ആശ്വാസകരമായൊരു ദിവസം കൂടിയാണ്. കാര്യം അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഒരു അവസരം കിട്ടിയതുകൊണ്ടാണ്. ഭീമേ കോറ കേസിൽ 5 വർഷത്തോളം കുറ്റപത്രമില്ലാതെ തടവിൽ ശിക്ഷിക്കപ്പെട്ട ഹനീഫ് ബാബുവിന് 5 വർഷം 7 മാസത്തിന് ശേഷം ഇന്ന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു ബോംബെ ഹൈക്കോടതി. അത് വളരെ ആശ്വാസകരമാണ്. ആശ്വാസകരം മാത്രമാണ്. കാര്യം അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം, തെളിയിക്കപ്പെടാത്ത കുറ്റം അവിടെ എപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട്, സിവിൽ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് നമ്മൾ നോക്കുമ്പോൾ. അത് രാഷ്ട്രീയ സംഘടനാ കാഴ്ചപ്പാടുകളല്ല. ഒരു രാഷ്ട്രീയ സംഘടനയെ കുറിച്ച് സ്വാഗതം ചെയ്യൊന്നും പറഞ്ഞിട്ടില്ല, പറയാനും പോകുന്നില്ല. അതിനകത്ത് ആംബിയറും രാഷ്ട്രീയ സംഘടനകൾക്കില്ല. പക്ഷേ സിവിൽ സമൂഹത്തിന് അത്തരം കൺസേണുകളുണ്ട്. ആ സിവിൽ സമൂഹത്തിൻ്റെ കൺസേണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നടന്ന ഒരു അതിജീവിതകളുടെ ഒരു വിജയം കാണാൻ പറ്റും. അതെന്താണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം സിവിൽ സമൂഹം പ്രതീക്ഷിച്ചത് കേരളത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് കാര്യമായ പ്രതിസന്ധിയുണ്ട്. കാര്യം സ്ത്രീകൾക്ക് പരാതി കൊടുക്കാൻ മുന്നോട്ട് വരാൻ ധൈര്യമില്ലാത്തൊരവസ്ഥ നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. എന്ത് റെഫ്യൂട്ട് ചെയ്താലും അതൊരു നഗ്നസത്യമായി നമ്മുടെ മുമ്പിലുണ്ട്. കാര്യം അതിൽ പ്രതിയായ മുകേഷിനെതിരെ നടപടിയെടുക്കാൻ മടിച്ച ഒരു സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം കേരളത്തിൽ അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു. അതിനെ മറികടന്നുകൊണ്ട് അതിജീവിതർക്ക് പരാതി കൊടുക്കാനും സംഘടനാ നടപടി എന്നത് വേറെ പ്രശ്നമാണ്. സംഘടനാ നടപടി എടുത്തില്ലെങ്കിലും ക്രിമിനൽ കുറ്റമാണ്. രാഹുൽ മാങ്കൂട്ടം ചെയ്ത ക്രിമിനൽ കുറ്റമാണ്. അതിലെ ക്രിമിനൽ കുറ്റത്തിൻ്റെ ഭാഗമായിട്ട് ക്രിമിനൽ. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും പല സംഘടനകളും കാണിക്കുക തങ്ങൾക്ക് വരുന്നത്, ഇവിടുത്തെ സംഘടനാ നേതാക്കൾക്ക് അറിയാത്ത കാര്യം, ഒരു പരസ്യം പല സംഘടനകളും തങ്ങൾക്ക് അകത്ത് വരുന്ന പ്രശ്നങ്ങൾ, അത് ചിലപ്പോൾ അതിൻ്റെ അകത്ത് പ്രവർത്തകരെ, ചിലപ്പോൾ ഒരു യുവജന സംഘടന, യുവ നേതാവ്, യുവ പ്രവർത്തകരായിരിക്കും. ആ സ്ത്രീയോട്, ആ യുവതിയോട് മോശമായി പറയുന്ന നേതാവിൻ്റെ ആയിരിക്കും. ആ പരാതി പുറത്തുമല്ല, അത് കമ്മിറ്റികൾക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ചെയ്യുന്നത്. അതായത് വലിയ ക്രിമിനൽ കുറ്റം, ഒരു സഹപ്രവർത്തകൻ്റെ വീട്ടിൽ കടന്നു കയറി അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ ചിലപ്പോൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചായിരിക്കാം. ആ പരാതി പുറത്തു വരില്ല, അത് വെറും ഞരമ്പ് രോഗമായി മാത്രം മാറും. അപ്പോൾ ആ പരാതി ക്രിമിനൽ കുറ്റമായി മാറാത്ത സാഹചര്യത്തിന് വ്യത്യസ്തമായിട്ട് ഇവിടെ ക്രിമിനൽ കുറ്റം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് കേരളത്തിലെ അതിജീവിതകളുടെ വലിയ വിജയമായിട്ട് കാണണം. അതിനെ ഒരുപക്ഷേ ഗവൺമെൻറ് സഹായിച്ചില്ലെങ്കിൽ ഗവൺമെൻറ് നല്ല കാര്യം തന്നെ ചെയ്തത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം അതിജീവിതകൾക്ക് അവർക്ക് പരാതി കൊടുക്കാനും പരാതിയുടെ ക്രിമിനൽ നടപടിയും സംഘടനാ നടപടിയൊക്കെ വേറെ. നമ്മളെ പ്രശ്നങ്ങളുടെ സംഘടനാ നടപടിയും ഇലക്ഷന് കോൺഗ്രസ് ഇങ്ങനെ ക്യാമ്പയിൻ നടത്തും, CPM നേട്ടമായോ എന്നുള്ളതാണ്. അത് ഒരു രാഷ്ട്രീയ വിഷയമാണ്, തീർച്ചയായിട്ടും ആ രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷേ സിവിൽ സമൂഹം സംബന്ധിച്ചോളം ഈ ക്രിമിനൽ നടപടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം പോലീസിൽ പരാതി കൊടുത്ത് നടപടി എടുക്കാൻ അത് വളരെ തന്നെ. അങ്ങനെ ഒരു പ്രെഡേറ്റർ, ഒരു സംശയമില്ല, പ്രെഡേറ്ററും ഹൂ കെയേഴ്സ് എന്ന് നമ്മുടെ പൊതുസമൂഹത്തോട്, സ്ത്രീകളോടല്ല ചോദിച്ചല്ലോ, പൊതുസമൂഹത്തിനെ വെല്ലുവിളിച്ച ഒരു MLA, ആ MLA. പിന്നെ ഒരു കൂട്ടത്തിൽ കാര്യം പറഞ്ഞോട്ടെ, ഈ നിഷാദ്, ഈ കാര്യം ഞാൻ നിഷാദോ മീഡിയ വണ്ണം മാത്രം ഉദ്ദേശിച്ചല്ല. ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് ഈ നിതിൻ വന്ന പോലെ ആയിരിക്കില്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തത്. മീഡിയയിലൂടെയാണ് വന്നത്. നിങ്ങൾ മീഡിയയെ ക്ഷണിച്ച് വരുത്തിയിരുത്തി ചർച്ച ചെയ്ത ആളല്ലേ രാഹുൽ? അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഉയർന്ന പോലെ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. മീഡിയയിൽ കാര്യമായി ചർച്ച, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ കോൺഗ്രസിന് LDF നേതാക്കൾ മറുപടി കൊടുത്താണ് കേരളത്തിൽ രാഹുൽ താരമായെന്ന് എല്ലാവർക്കും അറിയാം. മീഡിയയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം അപ്പോൾ നിങ്ങളും ഈ കോൺഗ്രസിനെ പോലെ തന്നെയാണ്, അവരുടെ നേതാക്കളെ പോലെ നിങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. ആരും നിങ്ങളോട് വിളിച്ച് ആരും റിവീൽ ചെയ്യില്ല. ഏത് മീഡിയ ആൾക്കാർ റിവീൽക്കാർ അവരോടും ചിലപ്പോൾ പറഞ്ഞു കാണും, കാര്യം ഇദ്ദേഹത്തിന് ഇങ്ങനെ പരാതിയുണ്ട്, നിങ്ങൾ സീരിയസ് എടുത്തോ. കേരളത്തിലെ ചാനലുകൾ വലിയ സ്റ്റാറായിരുന്ന ആൾ, ആ സ്റ്റാർഡത്താണ് അദ്ദേഹം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം മീഡിയയ്ക്കും അദ്ദേഹം ഏത് മീഡിയയിൽ അദ്ദേഹം ഇല്ലാതിരുന്നത്? ഏത് മീഡിയ? അദ്ദേഹം രാഷ്ട്രീയ സമരംഗത്തൂടെ വന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ പ്രശ്നമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിർണായകമാണ് ഇത്. ആ നിലയൊരു കാര്യം കൂടി പറയാം. കോൺഗ്രസ് എന്ത് തന്നെയാണ് എടുത്ത തീരുമാനം വളരെ അഭിനന്ദനാർഹമായ തീരുമാനമാണ്. അത് ബെറ്റർ ലേറ്റ് ദാൻ എവർ. ഞാൻ പറഞ്ഞ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അത് നിതിൻ കണിച്ചേരി പറഞ്ഞ വളരെ ശരി, നേരത്തെ ചെയ്യണം. പക്ഷേ ബെറ്റർ ലേറ്റ് ദാൻ എവറിനെക്കാളും ഇപ്പോൾ അത് ചെയ്തു. ഇനിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാരം ചുമക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് സ്വീകരിച്ച സമീപനത്തെ നമ്മൾ അഭിനന്ദിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റ്. ശ്രീകുമാർ,
ഒരു പോയിന്റ് ഉണ്ട്. അതായത് താങ്കൾ ഈ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെ ശ്ലാഘിക്കുമായിരിക്കും, അത് ഞാൻ സാധാരണ നിലയ്ക്ക് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് വേറൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇപ്പം ദാമോദർ പ്രസാദ് പറയുന്നത് കേൾക്കും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേതാവ് ഉണ്ടായത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഒരു നേതാവ് ഉണ്ടായത് എങ്ങനെയാണ്? അദ്ദേഹം ടെലിവിഷൻ ചർച്ചകളിലൂടെ വളരെ പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റുന്നു, സോഷ്യൽ മീഡിയ പോരാട്ടങ്ങളിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു, റീലുകളിലൂടെ ശ്രദ്ധേയനാകുന്നു. അങ്ങനെ അദ്ദേഹം വളരെ പെട്ടെന്ന് ഒരു നേതാവാകുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഷാഫി പറമ്പിലുമായിട്ടുള്ള ദൃഢബന്ധമായിരുന്നു, അല്ലാതെ അണികൾക്കിടയിലുള്ള ഗ്രിപ്പായിരുന്നില്ല. ഷാഫി തന്നെ സമ്മതിക്കുന്നുണ്ട്, ഞാൻ കൂടി പണിയെടുത്ത് പ്രസിഡന്റാക്കിയ ആൾ എന്ന്. അപ്പം അങ്ങനെ ഒരർത്ഥത്തിൽ ഒരു ബൈപ്പാസിലൂടെ പ്രധാനപ്പെട്ട പദവികളിൽ അവരോധിതനായ ആൾ, പാലക്കാട് DCC പോലും വിയോജിച്ചിട്ടും ഷാഫി നിർബന്ധിച്ച് പാലക്കാട് ഇയാൾ മത്സരിച്ചേ പറ്റൂ എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അല്ലാതെ പാർട്ടിയുടെ പൊതുവികാരമായിരുന്നു എന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല. അപ്പോൾ ഇമാതിരി ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ, അവർക്ക് എല്ലാത്തിനെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. അടിയിൽ വേരുകളില്ലെങ്കിലും മുകളിലെ ഈ വക നമ്പറുകൾ കൊണ്ട് അവർക്ക് നേതാവിൻ്റെ പട്ടം കിട്ടും, കസേര കിട്ടും എന്നതൊക്കെ കോൺഗ്രസ് ഇനി ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ ശ്രീകുമാർ? നോക്കൂ നിഷാദെ, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നിങ്ങൾ ഉദ്ദേശിച്ച ആളെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതോടുകൂടി ഇനി ആ മനുഷ്യനെ ഇവിടെ വിചാരണ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അദ്ദേഹം എങ്ങനെ വന്നു, അദ്ദേഹം എവിടേക്ക് പോയി, ആരുടെ കൂട്ടാളി, ഇതൊന്നും അർത്ഥമില്ല. കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കി. അതായത് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മിനിറ്റ് കൊണ്ട് 1 വരി കൊണ്ട് കോൺഗ്രസ് മാറ്റിമറിച്ചു എന്നുള്ളതാണ്. ചടുലമായ നീക്കത്തിലൂടെ കോൺഗ്രസ് ഇന്നേ വരെ അകപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഷയം, അതായത് അശ്ലീല വിഷയം, അതിൽ നിന്ന് പുഷ്പം പോലെ, പൂവ് പോലെ, പൂക്കൾ പോലെ പെട്ടെന്ന് ഉയർന്ന കോൺഗ്രസ് അതിൻ്റെ സംശയത്തെ തെളിയിച്ചു. അത് കേരള രാഷ്ട്രീയത്തിൽ നാളെ മുതൽ ഉണ്ടാക്കുന്ന ചലനം നിസ്സാരമല്ല. നാളെ വൈകിട്ടത്തെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ശബരിമല കൊള്ളക്കേസിലെ, സ്വർണ്ണക്കട്ട കേസിലെ CPI നേതാക്കൾ ജയിലിൽ കിടന്നതും അവരുടെ റിമാൻഡ് കാലാവധി നീട്ടിയതും, അതുപോലെ PM ശ്രീ പദ്ധതിയിൽ ബ്രിഡ്ജായി നിന്ന് അല്ലെങ്കിൽ പാലമായി നിന്നുകൊണ്ട് CPIയെയും മുന്നണിയെയും വഞ്ചിച്ചതും, അതുപോലെ ഒരുപാട് വിഷയങ്ങൾ നാളെ തൊട്ട് ചർച്ച ചെയ്യാൻ പോവാണ്. ആ ചർച്ചയ്ക്കിടയിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്ക് രക്ഷയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി CPMൻ്റെ പ്രതിനിധികളെ നേരത്തെ ആകാമായിരുന്നില്ലേ, മുമ്പ് ചെയ്യാമായിരുന്നില്ലേ, പരാതിയില്ലെന്നൊക്കെ ചോദിക്കും. ഇതൊന്നും ജനം വിശ്വസിക്കില്ല. ജനം ഇന്ന് ഒരൊറ്റ പാർട്ടിയെ വിശ്വസിക്കുന്നുള്ളൂ ഇക്കാര്യത്തിൽ, അത് കോൺഗ്രസിനാണ്. CPM എന്തു പറഞ്ഞാലും, എത്ര ന്യായീകരണം പറഞ്ഞാലും, എത്ര സ്ത്രീകളെ വിളിച്ച് കണ്ണീര് പൊഴിച്ചാലും വിശ്വസിക്കില്ല CPMനെ. കാരണം CPMൻ്റെ നിലപാടുകൾ ഇന്ന് തകർന്നു വീണു. ഇന്നവർ പടക്കം പൊട്ടിച്ചു, CPMൻ്റെ പ്രവർത്തകരെ പടക്കം പൊട്ടിച്ചു. എന്തിനാണ് പടക്കം പൊട്ടിച്ചത്? 2 രീതിയിൽ കാണാം. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കിയതിനുള്ള ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് KPCCക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പടക്കം പൊട്ടിക്കലായിട്ട് അതിനെ ചിത്രീകരിക്കാം. കാരണം അവരുടെ നേതാക്കളോട് പറയാണ്, ദാ നോക്കൂ, KPCC പുറത്താക്കി, നമ്മുടെ കൂട്ടത്തിലുള്ളവരെ എവിടെ പുറത്താക്കുന്നു, ഈ പടക്കത്തിൻ്റെ ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ചെവി ഒന്ന് തുറന്നു വെക്കൂ, നിങ്ങളുടെ കണ്ണൊന്ന് തുറന്നു വെക്കൂ എന്ന് ഇന്ന് CPM പ്രവർത്തകർ കാണിക്കുന്നതായിരിക്കാം ഒന്ന്. പിന്നെ CPMന് പറയാം അത് ജാമ്യം നിഷേധിച്ചുകൊണ്ടാണത്. ജാമ്യം മേൽക്കോടതിയൊക്കെ വരുമ്പോൾ അത് വേറെ വിഷയം. നിയമം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തീരുന്നൊരു കാര്യമല്ലല്ലോ. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഇവിടെ KPCCയുടെ തീരുമാനത്തെ CPM പ്രവർത്തകർ മധുരം കൊടുത്തും പടക്കം പൊട്ടിച്ചും അവർ സ്വാഗതം ചെയ്തു എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരള രാഷ്ട്രീയത്തിൽ നമുക്കറിയാമല്ലോ നിലപാടുകൾ ചർച്ച ചെയ്തു. ഇന്നലെ വരെ ഞാൻ പറഞ്ഞതാ, നിലപാടുകളാണ് ചർച്ച ചെയ്യുന്നത്. ഈ നിലപാട് ചർച്ചയിൽ ഇന്ന് ഒരു പടി മുന്നിൽ കോൺഗ്രസ് കയറിയില്ലേ? ഇന്ന് ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പറഞ്ഞ കാര്യം, ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീ ദാമോദർ പ്രസാദ് പറഞ്ഞ കാര്യം, ഇതെല്ലാം വളരെ കൃത്യമല്ലേ? അഭിനന്ദിച്ചില്ല അവർ? എന്തുകൊണ്ടാണ് CPMനെ അഭിനന്ദിക്കാൻ പറ്റാതിരുന്നത്? ഇവിടെ വസന്ത തെങ്ങമല്ലേ വളരെ കൃത്യമായിട്ട് കണക്കുകൾ അവതരിപ്പിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതൊക്കെ അവർ നിഷേധിക്കുകയാണ്. ഇപ്പോഴും അവരുടെ കയ്യിൽ ആ തീവ്രതയുള്ള യന്ത്രം ഇന്നലെ വരെ അവരുടെ കയ്യിലുണ്ടായിരുന്നു, അതെടുത്ത് കളയൂ എൻ്റെ നിതീഷ് കരിച്ചേരി. ഇനിയൊന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ല. കേരള രാഷ്ട്രീയത്തിൽ KPCC ഇന്നേ വരെ വന്നിട്ടില്ലാത്തൊരു പ്രതിസന്ധിയിൽ ആ പാർട്ടി എത്തിയിരുന്നു. അതറിയാമല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞു 2 പ്രതിസന്ധിയാണ് ഉള്ളത്. ഒന്ന് CPM അകപ്പെട്ട ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അവരുടെ നേതാക്കൾ ജയിലിലായ പ്രതിസന്ധി, മറ്റൊന്ന് കോൺഗ്രസിലെ ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലുണ്ടായ പ്രതിസന്ധി. ആ പ്രതിസന്ധി അവർ തരണം ചെയ്തു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രതിസന്ധിയാണ് കേട്ടത്. ഒരു MLAയെ ഈ വക വിഷയത്തിൽ പുറത്താക്കുന്ന ആദ്യത്തെ വിഷയമാണ്.
അതുപോലെ സസ്പെൻഷനും മറ്റ് സംഘടനാപരമായ കാര്യമൊക്കെ വേറെയുണ്ട്. പക്ഷേ ഈ വിഷയം ആദ്യത്തെയാണ്. ഇവിടെ പുറത്താക്കപ്പെട്ട ആളാരാണ്? ഒരു യുവ നേതാവ്. ഇനി അതിൽ വേറൊരു കാര്യങ്ങളുണ്ട്. ഇന്ന് CPM പ്രവർത്തകർ, ഇപ്പം ഞാൻ നോക്കുമ്പോൾ കാസർഗോഡ് BJP CPMൻ്റെ പ്രവർത്തകരുടെ കൊടിയും കൊണ്ട് നിൽക്കുകയാണ്. സത്യത്തിൽ അവർ ഭയത്തിൽ നിന്നുള്ള മുക്തി അതിലുണ്ടായിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടെ എന്നൊരാൾ മാത്രമായിരുന്നില്ല, കോൺഗ്രസിലെ ഒരു യുവനിര വളർന്നു വന്നിരുന്നു. അതിലൊരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെതായ ചെയ്തി കൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തായി. പക്ഷേ ആ യുവനിരയെ ഈ CPM DYFും ഭയന്നിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഷാഫി പറമ്പലിനെതിരെ ഇന്നും അവർ ആരോപണമായി രംഗത്ത് വന്നത്. എന്ത് കാര്യമുള്ളത്? ഷാഫി പറമ്പലിൻ്റെ സുഹൃത്താണ്. അങ്ങനെയാണ് CPMലെ എല്ലാവരുടെയും സുഹൃത്തുക്കൾ. അങ്ങനെ പരസ്പരം ബന്ധമില്ലേ? സുഹൃത്തുക്കളെയൊക്കെ ഇങ്ങനെ പ്രതികളാക്കാൻ പറ്റുമോ? CPMലെ എല്ലാവരും പരസ്പര സുഹൃത്തുക്കളാണ്. കോൺഗ്രസിൽ എല്ലാവരും പരസ്പര സുഹൃത്തുക്കളാണ്. ഒരു നേതാവിൻ്റെ തണലിൽ മറ്റൊരു നേതാവ് വരും, സംശയമില്ല. പിണറായി വിജയന്റെ കീഴിലല്ലേ ഒരുപാട് നേതാക്കൾ, യുവ നേതാക്കൾ. ഷാഫി പറമ്പിൽ ഷഹനാസിന്റെ മുന്നറിയിപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടിയൊന്നും പറയുന്നില്ലല്ലോ. ഷഹനാസ് വളരെ കൃത്യമായിട്ട് പറയാണ്, ഞാൻ പറഞ്ഞു ഈ വഷളനെ പ്രധാന പദവിയിലേക്ക് കൊണ്ടുവരല്ലേ, നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കേണ്ട സംഘടനയാണെന്ന്. ചിരിച്ചു പുച്ഛിച്ചു എന്നാണ്. അതിന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയുന്നില്ല ഷാഫി. ഷഹനാസ് പറയുന്നു, ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചപ്പോൾ ഒരു സ്മൈലി എനിക്ക് അയച്ചു. അത് ചോദിച്ചു, മിണ്ടുന്നില്ല ഷാഫി. എന്ന് മാത്രമല്ല, കെ മുരളീധരൻ പറഞ്ഞു കേട്ടില്ലേ, കുഴപ്പക്കാരനാണ്, ഇനി ഒരു തിരിച്ചുവരവില്ല ഇയാൾക്ക്, അടച്ചു ഞങ്ങൾ വാതിൽ. അങ്ങനെ ഒരു കാർക്കശ്യവാചകം ഒരു ഘട്ടത്തിലും രാഹുലിനെതിരെ പറയാതിരിക്കാൻ ഷാഫി ശ്രദ്ധിക്കുന്നുണ്ട്. ഷാഫി ഇന്ന് വന്ന സംഘടനാ നടപടി വിശദീകരിക്കുകയാണ്. അത് ഓൾറെഡി KPC പ്രസിഡന്റ് വിശദീകരിച്ചു, ഓപ്പോസിഷൻ ലീഡർ വിശദീകരിച്ചു. ഷാഫിയോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഷാഫി പണിയെടുത്ത് പ്രസിഡന്റ് ആക്കിയ, ഷാഫി പണിയെടുത്ത് MLA ആക്കിയ, ഷാഫി സംരക്ഷിച്ച് പിടിച്ചിരുന്ന ഒരാളെ കുറിച്ച് ഷാഫിക്കും ആരോപണം കേൾക്കുന്നു. അപ്പോൾ അയാളെ തള്ളിപ്പറയുക, പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തുന്നയാൾ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്നൊരു വാചകം ഷാഫി പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അതെന്താണ് ഷാഫിക്ക് ഇത്ര കരുതൽ ഇപ്പോഴും? നോക്കൂ നിഷാദെ, ഈ ചോദ്യത്തിന് യാതൊരു അർത്ഥവുമില്ല. എന്താ കാരണം എന്നറിയാമോ? പാലക്കാട്ട് വോട്ട് ചെയ്ത ജനങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. 18,000-ലധികം വോട്ട് ഭൂരിപക്ഷം കൊടുത്ത ജനങ്ങളുണ്ട്. ആ ജനങ്ങളോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ, നിങ്ങൾ എന്തിനാ ഈ മനുഷ്യനെ തിരഞ്ഞെടുത്തതെന്ന്? അത് ആ അധ്യായം ക്ലോസായി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി യൂത്ത് കോൺഗ്രസ് മാധ്യമങ്ങളുടെ പ്രതികരണത്തിൽ ഇമാതിരി ഒരു വഷളനും ക്രിമിനലുമാണ് വോട്ട് ചെയ്തത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ നാട്ടുകാരുണ്ട്. പക്ഷെ അത് ഷാഫി പറയില്ല. അല്ല അങ്ങനെ നാട്ടുകാരുണ്ട്. കാരണം CPM-കാർ പറയും, BJP-കാർ പറയും, സംശയമില്ലാത്ത വോട്ട് ചെയ്യാത്തവരൊക്കെ പറയും. വോട്ട് ചെയ്തവർ ചിന്തിക്കുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞില്ലേ ഇവൻ ക്രിമിനലാണ് എന്ന്, കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞില്ലേ? ആരെല്ലാം പറഞ്ഞു? സജ്ജന എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞില്ലേ? ഷഹനാസ് പറഞ്ഞില്ലേ? താര ടോജോ അലക്സ് പറഞ്ഞില്ലേ? ഷാഫി പറയില്ല. എൻ്റെ നിഷാദ്, നിങ്ങളിത് അർത്ഥമില്ലെന്ന് പറയുന്നതല്ല. ഇന്ന് ഉച്ചവരെ പറയാമായിരുന്നു. ഷാഫി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അർത്ഥമില്ല, ആളില്ല കോൺഗ്രസിൽ. അങ്ങനെ ഒരാളില്ല. കോൺഗ്രസ് പുറത്താക്കിയില്ലേ? ഇവിടെ നിങ്ങൾ അതാദ്യം ആ റിയാലിറ്റി മനസ്സിലാക്കും. നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും ഇനി ഞാൻ മനസ്സിലാവുക. കോൺഗ്രസിനെ വിമർശിക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ഈ ഡിസ്മിസൽ അംഗീകരിക്കേണ്ട. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് സസ്പെൻഷൻ, ഇത് ഡിസ്മിസ് ചെയ്തു. കോൺഗ്രസിലില്ല. MLA സ്ഥാനം രാജിവെക്കാനാണ് പറഞ്ഞത് കോൺഗ്രസ്. ഇവിടെ CPM എന്താ പറഞ്ഞത്? ഞാൻ ഈ വസന്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അക്കാഡമിക്കായിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇവിടെ CPM-ന്റെ നിലപാടുകളെ തള്ളിക്കളഞ്ഞെന്ന് മാത്രമല്ല, കോൺഗ്രസ് ഇന്ന് ഒരുപടി മുകളിൽ നിന്നു. നാളെ മുതൽ ഈ വിഷയം ചർച്ചയ്ക്കില്ല കേരളത്തില്. നാളെ മുതൽ ചർച്ച ചെയ്യുന്ന വിഷയം CPM-ന്റെ ഗതികേടാണ്. അപ്പൊ അങ്ങനെ നിതിൻ ഗഡ്കരി ഇത് കേൾക്കൂ. അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതി, അതിന്മേൽ സ്വീകരിച്ച 2 നടപടികൾ, അത് കോൺഗ്രസും ജനങ്ങളുമായിട്ടുള്ള ഏർപ്പാടാണ്. അതിനിടയ്ക്ക് വർത്തമാനം പറയാൻ CPM-ന് എന്ത് ധാർമ്മികത? വാലിഡ് ക്വസ്റ്റ്യൻ ആണല്ലോ. നിങ്ങൾക്ക് തോന്നുന്ന ആളുകളെ എല്ലാം നിങ്ങൾ സംരക്ഷിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുഞ്ഞനന്തൻ ഈ ചന്ദ്രശേഖരനെ വെട്ടി കൊന്ന കേസിലെ പ്രതിയാണെന്ന് കോടതി കണ്ടെത്തിയതാണ് വിചാരണയ്ക്കൊടുവിൽ. നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു കൊണ്ടുവരുന്നു അവസാനം വരെ. ഷാഫി മുഖത്ത് വെട്ടിക്കൊല്ലാനുള്ള സംഘത്തിൽ പങ്കെടുത്ത ആളാണ്. ഷാഫിയുടെ കല്യാണം നടത്തി കൊടുത്ത ആരായിരുന്നു മുഖ്യ കർമ്മി? അവ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും സംരക്ഷിക്കും, ആർക്കു വേണ്ടിയും ന്യായവാദങ്ങൾ എഴുതും. നിങ്ങൾ കോൺഗ്രസിന് നേരത്തെ പുറത്താക്കാമായിരുന്നു ഒക്കെ പറയാൻ വല്ല അർഹതയുള്ളവരാണോ? നിഷാദ്, താങ്കളുടെ ചോദ്യത്തിൽ വരുന്നതിന് മുമ്പ് വസന്ത് അദ്ദേഹത്തിൻ്റെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാനുള്ള അവസരം കൊടുത്തിരിക്കുക എന്നാണ് പറയുന്നത്. ഏത്? ഇനി രാഹുലിന്. എനിക്ക് ശ്രീകുമാർ സാറിനോട്, ഞാൻ അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്, ഒരു മുതിർന്ന ആൾ, പ്രായം കൊണ്ടുമൊക്കെയുള്ള ബഹുമാനമുണ്ട്. പക്ഷേ കഷ്ടം തോന്നുന്നു, ഈ പ്രായത്തിൽ ഇങ്ങനെ വന്നിരുന്ന്
ഒരു പെണ്ണുപിടിയനെ ന്യായീകരിക്കേണ്ടി വരുന്നതില്ല അദ്ദേഹത്തോട്. എന്താണ് ഇപ്പോൾ അദ്ദേഹത്തോട് പറയുക? കഷ്ടം എന്നല്ലാതെ എന്താ പറയുക? ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ട്? കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടാണ്. ഞാൻ ന്യായീകരിച്ചു എന്ന് പറഞ്ഞു വെള്ളപൂശാൻ ശ്രമിക്കുന്നു. ഇല്ല 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 ശ്രീകുമാർ അദ്ദേഹം നിതിൻ ഗഡ്കരി തെറ്റായ കാര്യം പറഞ്ഞു പോകല്ലേ. അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചില്ല, ആ പ്രശ്നത്തെ എടുത്ത് കളഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കോൺഗ്രസിനെ ന്യായീകരിച്ചു, രാഹുലിനെ അല്ല. അതെ, രാഹുൽ എന്ന് പറയുന്ന കോൺഗ്രസിലേക്ക് വന്ന വഴി താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞല്ലോ ചർച്ചയിലൂടെ. എങ്ങനെയാണ് വന്നത് രാഹുൽ, എങ്ങനെയാണ് കോൺഗ്രസിലേക്ക് വന്നത്, എങ്ങനെയാണ് കോൺഗ്രസിന്റെ നേതാവായത്, MLA ആയത് എന്നെല്ലാം പറഞ്ഞല്ലോ. പിന്നെ ശ്രീകുമാർ സാറിന് മറ്റത് പറയാം, ജനം ജയിപ്പിച്ചില്ലേ, 15,000 ഭൂരിപക്ഷം കിട്ടിയില്ലേ. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരാളെ തിരിച്ചു വിളിക്കാൻ പറ്റില്ല. തിരിച്ചു വിളിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇയാളെ മാത്രമല്ല കോൺഗ്രസിനെ മുഴുവൻ, കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളെയും കേരളത്തിലെ ജനം തിരിച്ചു വിളിക്കുമായിരുന്നു. കോൺഗ്രസ് ഇത് നോക്കൂ, KPCCയുടെ നേരത്തെ പ്രസിഡന്റായിരുന്ന K മുരളീധരൻ പറഞ്ഞ എന്താ, ഇപ്പോഴെങ്കിലും പുറത്താക്കിയല്ലോ. 2 ദിവസം മുമ്പ് KPCCയുടെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ എന്താ, അപ്പോഴൊന്നും ശ്രീകുമാറിനൊന്നും മനസ്സിലായിരുന്നില്ലേ? KPCCയുടെ നേതൃത്വത്തിന് മനസ്സിലായിരുന്നില്ലേ? ഒരു പെൺകുട്ടി, തൻ്റെ കമ്മിറ്റിയിലുള്ള പെൺകുട്ടി പറയാണ് പ്രസിഡന്റിനോട്, ഇയാളെ ആക്കരുത്, പെൺകുട്ടികൾക്ക് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഹൂ കെയേഴ്സ് എന്ന മനോഭാവത്തിൽ നിന്നു എന്ന് മാത്രമല്ല നിങ്ങൾ ഏത് ധാർമ്മിക പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസിനോട് ഈ ന്യായം പറയുന്നത്? അത് വിശദീകരിച്ചിട്ടില്ലേ ബാക്കി പറയാൻ പറ്റൂ. നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ ചോദിക്കുന്നത്, ആളെ മുഖത്ത് വെട്ടിക്കൊല്ലുന്ന കൊട്ടേഷൻ സംഘാംഗങ്ങളുടെ വീട്ടിലെ പ്രധാന പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ, അതിൻ്റെ മുഖ്യ സൂത്രധാരനെ ഒരു കോടതി ശിക്ഷിച്ചാലും അംഗീകരിക്കാത്ത നിങ്ങൾ, വേറെ പ്രിഡേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാത്ത നിങ്ങൾ, അയ്യപ്പൻ്റെ സ്വർണം കട്ട കേസിൽ ആസൂത്രകനെന്ന് കണ്ടെത്തിയ ആൾക്കെതിരെ സംഘടനാ നടപടിയെടുക്കാത്ത നിങ്ങൾ, ഏത് ധാർമ്മിക പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് ഈ രാത്രിയിൽ കോൺഗ്രസിനോട് വർത്തമാനം പറയുന്നത് എന്ന മൗലിക ചോദ്യം അവിടെ ഉണ്ട് നിതിൻ. അത് സ്കിപ്പ് ചെയ്താൽ ഞാൻ വീണ്ടും ചോദിക്കും. ഇല്ല, ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള ധാർമ്മികത ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് ശരി എന്ന് തോന്നുന്നതും ജനങ്ങൾക്ക് ശരി എന്ന് ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഒരാളും മുന്നണിയിൽ നേതാവായി എന്ന് ഞങ്ങൾ വീണ്ടും നിഷാദ്, അതെ അല്ല നിഷാദ് ആവർത്തിക്കണ്ട. നിഷാദ്, നിങ്ങൾ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയല്ലോ, നിങ്ങൾ ആവർത്തിക്കണ്ട. നിങ്ങളിനി ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നത് കൊണ്ട് പ്രയോജനമില്ല. ഇവിടെ രാഹുലിനെതിരായിട്ട് ഷാഫി പറമ്പിലിന് മിണ്ടാൻ പറ്റാത്ത എന്താ, VD സതീശന് മിണ്ടാൻ പറ്റാത്ത എന്താ? രാഹുൽ പാലക്കാട്ട് പത്രക്കാരോട് ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? ആരാണ് എനിക്കെതിരെ പറയുന്നത്? ആ പറയുന്ന നേതാവിനെതിരെ നോക്കൂ, രാഹുൽ പത്രക്കാരോട് പറഞ്ഞത്, ആരാണ് എനിക്കെതിരെ പറയുന്നത്? കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ താങ്കൾക്കെതിരെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി, ആരാണ് പറയുന്നത്? ആ നേതാവിന്റെ പേര് പറയൂ, ചരിത്രം ഞാൻ അങ്ങോട്ട് പറയാം. ഇതാണ് പറഞ്ഞത്. ആ ചരിത്രം രാഹുലിന് അറിയുന്നിടത്തോളം കാലം, രാഹുൽ വാ തുറക്കുമെന്ന് ഭയമുള്ളിടത്തോളം കാലം VD സതീശൻ മിണ്ടില്ല, അടൂർ പ്രകാശ് മിണ്ടില്ല, ഷാഫി പറമ്പിലിന് മിണ്ടില്ല, മിണ്ടാൻ പറ്റില്ല. കാരണം ഇവരെല്ലാം ഒരേ കൂട്ടുകൃഷി നടത്തുന്നവരാണ്. അപ്പോ ഇതേ യുക്തി വെച്ച് ഞാൻ തിരിച്ചൊരു ചോദ്യം, ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് ഇതേ യുക്തി വെച്ച് ഞാനൊരു ചോദ്യം തിരികെ, ഇതേ യുക്തി വെച്ച് നിതിൻ ഗഡ്കരി ഇതേ യുക്തി വെച്ച് ഞാനൊരു ചോദ്യം, മുകേഷിനെ പുറത്താക്കാത്തതിന് പിന്നിൽ, വസന്ത ഒരു സെക്കൻഡ്, മുകേഷിനെ നടപടിയെടുക്കാത്തതിന് പിന്നിൽ ആർക്കെതിരെ? പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതിന് പിന്നിൽ, കുഞ്ഞനന്ദനെ തള്ളിക്കളയാത്തതിന് പിന്നിൽ ഞങ്ങളും പിടിക്കപ്പെടുമെന്ന നേതാക്കളുടെ ഭയമായിരുന്നോ? ഇവിടെ സതീശന് ഭയം, ഷാഫിക്ക് ഭയം. അപ്പം നടപടിയെടുക്കാത്ത നിങ്ങളുടെ നേതാക്കന്മാർക്കും ഭയം. കുഞ്ഞനന്ദനെ പിടിച്ചാൽ ചന്ദ്രശേഖരൻ കേസിൽ നേതാക്കൾ വെളിപ്പെടും, പത്മകുമാറിനെ പിടിച്ചാൽ സ്വർണ്ണക്കൊള്ള കേസിൽ നേതാക്കൾ വെളിപ്പെടും, മുകേഷിനെ പിടിച്ചാൽ വേറെ ഏതൊക്കെയോ നേതാക്കൾ വെളിപ്പെടും എന്ന ഭയം പ്രവർത്തിക്കുന്നുണ്ടോ കോൺഗ്രസിലെ നേതാക്കൾ പ്രവർത്തിക്കുന്നത് പോലെ? നിഷാദെ, രാഹുൽ പത്രക്കാരോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്.
ഏത് നേതാവാണ് എന്നെ കുറിച്ച് പറഞ്ഞത്? എനിക്കെതിരായിട്ട് ആര് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞോ? പക്ഷെ എന്തുകൊണ്ട് ചരിത്രം അവർ ഞാൻ പറയാതിരുന്ന പറഞ്ഞു തരാം നിതിനില്ലല്ലോ. എന്ന് പത്രക്കാരൻ നോക്കൂ, രാജ്മോഹൻ ചോദിച്ചു. ഉണ്ണിത്താൻ ഈ പറയാതിരുന്നില്ല. പറയുന്ന മാന്യൻ പാലക്കാട് വി ഡി സതീശൻ ചോദിച്ചു. പറയാതിരുന്നില്ല. ഇനിയിപ്പോ അല്ല, ഇനി നിഷാദെ, മുരളീധരൻ നിങ്ങൾക്ക് പറയാതിരുന്നില്ല. മുകേഷിന്റെ കാര്യം നിങ്ങൾ സമയം തരുമോ? നിങ്ങൾ സമയം തരുമോ? മുകേഷിന്റെ കാര്യത്തിലെ ചരിത്രം മുഴുവൻ ഞാൻ പറയാം. മുകേഷിന്റെ ചരിത്രം നമുക്ക് എടുക്കാം, കുഞ്ഞനന്ദന്റെ ചരിത്രം നമുക്ക് എടുക്കാം, ചന്ദ്രശേഖരന്റെ കേസ് നമുക്ക് എടുക്കാം. എടുക്കണ്ട, ഞാൻ കോടതി എന്റെ മുമ്പിൽ കോടതി നടപടി മതി. നിങ്ങളുടെ സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് മുകേഷിനെതിരെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. വേറെ ചരിത്രം നോക്കണ്ട. മുകേഷിന് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടോ? മുകേഷിന് പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ഈ കുറ്റമുള്ളതാണെന്ന് പറഞ്ഞ്. കുഞ്ഞനന്ദൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതാണ്. അതിനപ്പുറം നമ്മളിപ്പോൾ നിങ്ങളുടെ ഈ വലിയ ചരിത്രം എന്തിനാണ് നമ്മൾ സമയം എടുക്കുന്നത്? എന്താണ് നമ്മുടെ മുമ്പിലുള്ള പേപ്പർ? എന്താണ്? ഒന്ന് ചാർജ് ഷീറ്റും ഒന്ന് കോടതി വിധിയുമാണ് പോരെ? ഇപ്പോൾ മുഖ്യ ആസൂത്രകൻ എന്ന് SIT കണ്ടെത്തിയിരിക്കും, ജയിലിൽ കിടക്കുന്ന ആൾ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. നിഷാദെ, താങ്കളുടെ ധാർമ്മികതയെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ ആ ധാർമ്മികതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെന്തോ ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, കോൺഗ്രസ് എന്തോ ഒരു വലിയ ധാർമ്മികത ചെയ്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയ്ക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഗത്യന്തരമില്ലാത്തത് കൊണ്ട് ആണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ കൂട്ടുകൃഷി നടത്തിയിരുന്ന രാഹുലിനൊപ്പം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും കൂട്ടുകൃഷി നടത്തി വിളവെടുക്കാൻ വേണ്ടി നിശ്ചയിച്ച് വെച്ചിരുന്ന കോൺഗ്രസിന്റെ നേതൃത്വം ഗത്യന്തരമില്ലാതെ ചെയ്തതാണ്. അതിന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ വേണമെങ്കിൽ CPM-നെ കുറിച്ചും അല്ലെങ്കിൽ ചരിത്രവും ഏത് കാര്യവും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചർച്ചയ്ക്കുണ്ടെങ്കിൽ ഞാൻ തയ്യാർ. വസന്ത് ഇവിടെ ഗതിയില്ലാത്ത ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് ചെയ്യേണ്ടി വന്നതാണ്. ഞാൻ ശ്രീ വസന്ത് ശ്രീയൊക്കെ അഗ്നിശുദ്ധി വരുത്തി വരാനുള്ള സമയമാണോ കൊടുത്തിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞത്, ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അഗ്നിശുദ്ധി വരുത്തുക എന്നത് ഒരു ഭാഷാ പ്രയോഗമാണ്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, ആ ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ അയാൾ കോടതിയെ സമീപിക്കുന്നത്. ഒരു അഭിഭാഷകൻ എന്ന അതിനപ്പുറത്ത് ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുമില്ല. ഇനി നിതിൻ പറഞ്ഞെന്താ? കൂട്ടുകൃഷി. ഏത് കൂട്ടുകൃഷി? രാഹുൽ പറഞ്ഞു അത്രേ. ഏത് നേതാവാണ് പറഞ്ഞത് പറയട്ടെ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പഴയ സഹപ്രവർത്തകൻ പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി വെച്ചപ്പോ സെക്സ് റാക്കറ്റ് ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നാണ് വിളിച്ചത്. അപ്പൊ ആ സെക്സ് റാക്കറ്റിൽ നടക്കുന്ന, അദ്ദേഹത്തിന്റെ ഭാഷയിലെ സെക്സ് റാക്കറ്റിൽ നടക്കുന്ന കൂട്ടുകൃഷിയുടെ തലവനാണോ നിതിനെ സഖാവ് പിണറായി വിജയൻ? ആണോ? MV ഗോവിന്ദനാണോ അതിന്റെ സെക്രട്ടറി? പി ശശിയാണോ അതിന്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്നത്? അതിന്റെ കൂടെ ഉത്തരം അങ്ങ് പറയണം കേട്ടോ. അദ്ദേഹം ശ്രീകുമാർ സാറിന്റെ പ്രായം ചോദിച്ചു. എനിക്ക് തോന്നുന്നു MV ഗോവിന്ദൻ മാഷിനെക്കാട്ടിലും വലിയ പ്രായമൊന്നും ശ്രീകുമാർ സാറിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്റെ പ്രായം ഞാൻ പറയാം, 67 വയസ്സാണ് എന്റെ പ്രായം. 67. അറിയാണ്ടിരിക്കണ്ട. അതിലെന്താണ് നിങ്ങളുടെ ഉത്തരം? ഇനി ഗോവിന്ദൻ മാസ്റ്റർ അങ്ങ് വളരെ 3-4 വയസ്സ് മൂത്ത ഗോവിന്ദൻ മാസ്റ്റർ ഒരു നാണവും മാനവും ഇല്ലാതെ വന്ന് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ തീവ്രത അളക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അതിന്റെ റിപ്പോർട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഉളുപ്പില്ലാതെ, അച്യുതാനന്ദന്റെ ഭാഷ എടുത്താൽ ഉളുപ്പില്ലാതെ വായിച്ചപ്പോ എവിടെ പോയിരുന്നു നിതിനെ അങ്ങയുടെ ആത്മരോക്ഷം? എവിടെ പോയിരുന്നു അങ്ങയുടെ ധാർമ്മിക ബോധം? ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. ഈ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഏത് K മുരളീധരൻ ചോദിച്ചില്ലേ, ഉമാ തോമസ് ചോദിച്ചില്ലേ, ഷഹബാസ് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ഒരു പറ്റം കോൺഗ്രസ് നേതാക്കളുടെ കണക്ക് പറഞ്ഞില്ലേ? ഇതേ സമാനമായ ആരോപണം, ഒരുപക്ഷെ ഇതിനേക്കാൾ തീവ്രമായ, കോടതി കണ്ടെത്തിയ, പോലീസ് FIR ഇട്ട, പോലീസ് നേരിട്ട് കോടതിയിൽ പറഞ്ഞ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ എന്തായിരുന്നു CPM നേതാക്കളുടെ പ്രതികരണം എന്നത് അങ്ങ് പഠിച്ചിട്ടുണ്ടോ ഇതിനെ? PK ശ്രീമതി ടീച്ചർ, അവരാണ് ഈ പറയുന്ന മിഷനുമായി ഇറങ്ങി പുറപ്പെട്ട ആൾ. അതിനുശേഷമുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്? കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ മകനെതിരായി ബീഹാറുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വന്നപ്പോ എന്തായിരുന്നു നിലപാട്? അങ്ങനെ നോക്കുമ്പോ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചില്ലേ, K മുരളീധരൻ അടക്കമുള്ളവർ എടുത്ത നിലപാടിനെ പറ്റി പറഞ്ഞ് എന്നെ പ്രതിരോധത്തിലാക്കാൻ നോക്കിയില്ലേ? എനിക്ക് അഭിമാനമാണ് ഇതിനെ. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പ്രെഡേറ്റർ ഉണ്ട് എന്ന് വെളിവാക്കപ്പെട്ടാൽ അയാളെ പുറത്താക്കാൻ വേണ്ടി മുഖം നോക്കാതെ സംസാരിക്കാൻ ഇന്നും നേതാക്കൾക്ക് ആർജവമുണ്ട്. അത് പറഞ്ഞാൽ അതിന്റെ പിറ്റേന്ന് K മുരളീധരന്റെയോ നേരത്തെ പറഞ്ഞ ഷഹബാസിന്റെയോ വസന്ത് തെങ്ങുംപള്ളിയുടെ ഒന്നും വീട്ടിലേക്ക് മാഷാ അള്ളാ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച, വെറും ഇന്നോവയല്ല കേട്ടോ, മാഷാ അള്ളാ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ തിരിയില്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 10 സെക്കൻഡാണ്. ഈ രാഷ്ട്രീയ നേതാക്കൾ എല്ലാം നടത്തിയ പ്രതികരണങ്ങളിൽ നമുക്ക് മാറ്റി നിർത്താം തൽക്കാലം. കോൺഗ്രസിന്റെ, CPM-ന്റെ, BJP-യുടെ, അത് രാഷ്ട്രീയമല്ലേ? P സതീദേവി ആരാ നിഷാദേ? P സതീദേവി ഈ സംസ്ഥാനത്തെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ്.
അവർ CPM-ന്റെ നോമിനിയൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഒരു ഭരണഘടന പദവി ഏറ്റെടുത്ത് അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഈ സംസ്ഥാനത്തെ മുഴുവൻ വനിതകളെയും സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ P. സതീദേവിയാണ് പറഞ്ഞത്, തൽക്കാലം മുകേഷ് രാജിവെക്കേണ്ടതില്ല, ശിക്ഷിച്ചില്ലല്ലോ, ജയിലിൽ പോയില്ലല്ലോ, തീവ്രത കുറവല്ലേ എന്ന്. അപ്പൊ ആ ബെഞ്ച് മാർക്കുകളെ മുഴുവൻ പൊളിച്ചുകൊണ്ട് കോൺഗ്രസ് ഇന്ന് കേരള രാഷ്ട്രീയത്തിന് മുമ്പിൽ പുതിയൊരു ബെഞ്ച് മാർക്ക് വെക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു പാർട്ടി പെരുമാറേണ്ടതെന്ന് അത് കണ്ടു പഠിക്കുന്നതേ, എന്നിട്ട് വർത്താനം പറ. ശരി ശരി. അല്ല, ഇതിനകത്ത് ഒരു കാര്യം ശ്രീ ദാമോദർ പ്രസാദ്, ഞാൻ വീണ്ടും ചോദിക്കുന്ന വേറൊരു സംഗതിയാണ്. അതായത് പറഞ്ഞോട്ടെ, ഒരേ ഒരു കാര്യം. യെസ് പ്ലീസ്. അല്ല, ഇതിനേക്കാളൊക്കെ നന്നായി ചർച്ച ചെയ്തിരുന്ന കുറേ ആളുകളാണ് ഇപ്പോൾ ഒളിവിലുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ, സന്ദീപ് വാര്യർ ആയിക്കോട്ടെ, കുറേ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അല്ല, അതിപ്പോ ഒളിവിൽ പോയ ആൾക്കാരുടെ പേര് ഞാൻ പറയില്ല. അതൊന്നും പറയാത്തത്. ഒളിവിൽ പോയ എല്ലാവരുടെയും പേര് ഞാനും പറയില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വലിയ ബഹളത്തിൽ ചർച്ച നടത്തിക്കൊടുക്കുന്ന ആളുകൾ ചില ആൾക്കാരെ ഇപ്പൊ കാണില്ല. സ്ത്രീപീഡന കേസിൽ പ്രതിയായ എം വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും ഉണ്ടല്ലോ വസന്തിന്റെ പാർട്ടിക്കാരുടെ ബെഞ്ചിൽ. എന്താ നിലപാടുള്ളത്? നിലപാടെടുക്കാത്തത്? എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ, വിൻസെന്റിനെതിരെ എന്താ നിലപാടെടുക്കാത്ത? എന്താ? ശരി. അല്ല, ദാമോദർ പ്രസാദ്, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇതിനകത്ത് ഈ രാഹുൽ ഈശ്വറിനെ ഇപ്പോഴും, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും പിടിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ഒളിവിൽ എവിടെയോ ആണ്, കർണാടക വനപ്രദേശത്ത് എവിടെയോ അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കേൾക്കുന്ന കാര്യം. സോ അദ്ദേഹത്തെ പിടിക്കുന്നവരെ ഈ വാർത്ത ഇങ്ങനെ നിൽക്കുമോ? ഇത് മാത്രമായിരിക്കാൻ അങ്ങനെ സർക്കാർ ആലോചിക്കുന്നുണ്ടോ? അല്ല, സർക്കാർ ഒരു പക്ഷേ ഇപ്പോൾ 2 ദിവസം കൂടി ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണം, ഇപ്പോൾ ഇന്നിപ്പോൾ A. പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്ത വാർത്ത നാളെ കയറി വരും. അങ്ങനെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് എന്നുള്ളതൊരു മാധ്യമങ്ങളുടെ ശ്രദ്ധാവഴിക്ക് പോകുന്നു, തീർച്ചയായും സർക്കാരിന് ഗുണകരമായിരിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എന്നാലും അറസ്റ്റ് വൈകാൻ സാധ്യതയില്ല. കാര്യം ഇപ്പോൾ അയാൾ കീഴടങ്ങേണ്ട സ്ഥിതി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പക്ഷേ എന്തായാലും വൈകുന്ന ഒരു വാർത്തയിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഈ അഗ്നിശുദ്ധി എന്ന പ്രയോഗത്തെക്കുറിച്ചൊന്നും പറയാതിരിക്കാൻ വേണ്ടി, ഈ അഗ്നിശുദ്ധി എന്നുള്ള പ്രയോഗമൊന്നും ഇവിടെ ഉപയോഗിക്കരുത്. കാര്യം ഒരു പാവം സ്ത്രീയോട് പുരുഷൻ തൻ്റെ മിടുക്ക് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കാണത്. അതൊക്കെ ആ എപ്പിക്കുന്നുള്ള പറഞ്ഞു. ഇവിടെ അതല്ല. തൽക്കാലത്തേക്ക് പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ്. അത് ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ടതല്ല. ശരിയാണ്, നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് ഇന്നസെൻറ്റ് അണ്ടിൽ പ്രൂവൺ ഗിൽറ്റിയാണ്. ആ ഗുണം ആ ആനുകൂല്യം അയാൾക്കുണ്ട്. നാളെ അദ്ദേഹം ഇന്നസെൻ്റായി തെളിയിക്കപ്പെട്ടാൽ ഈ പാർട്ടിയിലാണോ അതോ മറ്റു പാർട്ടി സ്വീകരിച്ച് അദ്ദേഹത്തെ ശുദ്ധീകരിക്കുമോ എന്നുള്ളതൊക്കെ ഭാവിയിൽ കണ്ടാൽ നമ്മളങ്ങനെ 100 അനുഭവങ്ങൾ. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ശ്രീ ദാമോദർ പ്രസാദ്. ഇവിടെ ഇപ്പോൾ ഈ കോൺഗ്രസിനകത്ത് ഷാഫി പറമ്പിൽ നിന്നൊരു നേതാവ് ഉദയം ചെയ്യുന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് ഭയങ്കരമായി പോപ്പുലർ ആവുന്നു. അദ്ദേഹത്തിന് വേറെ ഒരാളെ അദ്ദേഹം ആഗ്രഹിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കാനും ജയിപ്പിക്കാനും കഴിയുന്നു. അപ്പോൾ ഒരു കേവലം ഒരു നേതാവ് എന്നതിൽ നിന്ന് മാറി അദ്ദേഹം ഒരു ഗ്രൂപ്പ് ലീഡർ പോലുമായി മാറുന്നു, ഗ്രൂപ്പ് മാനേജർ ആവുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് വളരുകയായിരുന്നല്ലോ ഷാഫിയുടെ ഒരു തീരുമാനത്തെ എതിർക്കാൻ പാർട്ടിക്ക് പോലും കഴിയാത്തത് അദ്ദേഹം വളരെ വേഗത്തിൽ കുതിച്ചു. ഇപ്പോൾ പക്ഷേ ഷാഫി അതിലൊരു ദുർബലത വളരെ പെട്ടെന്ന് ഇദ്ദേഹം വീണല്ലോ, പൂർണ്ണമായും വീണുപോയി. അതിന്റെ കൂട്ടത്തിൽ ഒരു പൊടിക്ക് ഷാഫിയും വീണോ? ഷാഫി അദ്ദേഹത്തിൻ്റെ സൗഹൃദം പിൻവലിക്കാൻ തയ്യാറല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ഒരു സംഘടനാ പ്രവർത്തനം അയാൾക്ക് ഒരു 2 വ്യക്തിത്വങ്ങൾ കാണിക്കണം. ഒരു ഭാഗത്ത് അയാൾ ഒരു നല്ല സുഹൃത്താണെന്നും മറുഭാഗത്ത് സംഘടന നേതാവ് നിലയ്ക്ക് അയാൾ സംഘടന നടപടിയെടുക്കുന്നു. പക്ഷേ അയാൾ തള്ളി പറയാൻ തയ്യാറായിട്ടില്ല. ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ അതാണോ കാണിക്കേണ്ടത് അതോ ഈ സൗഹൃദത്തിനാണ് കൂടെ നിൽക്കേണ്ടത് എന്നുള്ളതൊക്കെ സമൂഹം വിലയിരുത്തേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ആ സൗഹൃദമൊക്കെ ഉണ്ടായിരിക്കും. സൗഹൃദ നിലയ്ക്ക് തന്നെ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ആൾക്ക് ഉണ്ടായിരിക്കണം. അത് ഷാഫി പറയേണ്ടതാണ്. കാര്യം നിലനിൽക്കുന്ന രീതി അനുസരിച്ച് പരാതി ഗുരുതരമാണ്. വളരെ ഒരു പരാതിയിൽ ഒട്ടനവധി പരാതികളുണ്ട് എന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ നാളെ കോടതി എങ്ങനെയാണ് അദ്ദേഹത്തെ കേസ് പരിഗണിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ നാളെ അപവാദം. ഞാൻ ഇത് താരതമ്യമില്ല, എന്നെ അതിനോട് പുറത്ത് എന്നോട് കയർക്കരുത്. നമ്മുടെ നിതിൻ കണിച്ചേരിക്കെതിരെ വാളയാർ കേസ് എന്തൊക്കെ അപവാദം കേട്ടു, എത്ര മാധ്യമങ്ങൾ എന്തൊക്കെ പറഞ്ഞു. ഇന്ന് അത് പൊളിഞ്ഞ് പാളീസായതല്ലേ. അപ്പോൾ അപവാദങ്ങൾ ഞാൻ താരതമ്യമല്ലാട്ടാ, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ പറയാം, അപ്പോൾ അപവാദമാണോ എന്നുള്ളതൊക്കെ നമ്മൾ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അത് പക്ഷേ നിലനിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ താരതമ്യമൊന്നും ചെയ്യല്ല. നിലനിൽക്കുന്ന അവസ്ഥയിൽ ക്രിമിനൽ കുറ്റം ആണ് നടത്തിയിട്ടുള്ളത്. ഒന്നല്ല, ഒട്ടനവധി ക്രിമിനൽ കുറ്റം. ആ നിലയിൽ അയാൾ കുറ്റക്കാരൻ തന്നെയാണ്. അത് ക്രിമിനൽ കുറ്റമാണ്, അതിന് നടപടിക്രമമാണ്. പക്ഷേ ഇനി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നമാണ്. തെളിയിക്കപ്പെട്ട് നാളെ കഴിഞ്ഞാൽ ശിക്ഷ നടപടിയിലേക്ക് കിടക്കും. അല്ലാത്ത പക്ഷം അദ്ദേഹം ഏത് രാഷ്ട്രീയം സ്വീകരിക്കുക. കാലം അദ്ദേഹം ചിലപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ നമുക്ക് അങ്ങനെ കുറേ അനുഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാര്യം ഒരുപക്ഷെ മറ്റു രാഷ്ട്രീയ പാർട്ടി പിന്നീട് പുറത്താക്കപ്പെട്ട് വേറെ രാഷ്ട്രീയ പാർട്ടി പോവുക, അദ്ദേഹം ശുദ്ധീകരിച്ചെടുക്കുന്ന സംവിധാനമൊക്കെ ഉണ്ട്. ഞാൻ ഉദാഹരണം പറയുന്നത്, നേരത്തെ KB ഗണേഷ് കുമാറിൻ്റെ പേരാണ് പരാമർശിച്ചുകൊണ്ട്. ഞാൻ ഓർക്കുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ VS അച്യുതാനന്ദനെക്കുറിച്ച് ഏറ്റവും അശ്ലീലം കേരളത്തിൽ പറഞ്ഞ ഒരാളാണ്. നമ്മളെല്ലാം മറക്കാത്ത കാര്യമാണ്. അന്ന് DYFI അദ്ദേഹത്തിൻ്റെ പ്രകടനം നടത്തിയിരുന്നു. ഞാൻ മറക്കാത്ത കാര്യമാണത്. ഒരു കാര്യം നമ്മളെല്ലാം മറക്കാത്ത കാര്യം. നമുക്ക് VS അച്യുതാനന്ദനുള്ളൊരു ബഹുമാനം കൊണ്ടാണ് അത് ഓർക്കുന്നത്. ഇന്ന് LDF മന്ത്രി. അപ്പോൾ നാളെ രാഷ്ട്രീയം വേറെ. അപ്പോൾ നമ്മൾ ഭാവിയെക്കുറിച്ച് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. കാര്യം ഏത് രാഷ്ട്രീയ പാർട്ടി ഏത് ഘട്ടത്തിലായിരിക്കും ഉണ്ടായിരിക്കും പറയാൻ പറ്റില്ല. പക്ഷേ നിലവിലെ ഘട്ടമനുസരിച്ച് നോക്കുകയാണെങ്കിൽ
രാഹുൽ മാങ്കൂട്ടം ക്രിമിനൽ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്, അതിനെതിരെ നടപടി ഉണ്ടായിരിക്കണം, ശിക്ഷാ നടപടി തന്നെ ഉണ്ടായിരിക്കണം. അത് മുന്നോട്ട് പോകുന്നതും അതിജീവിതകൾക്ക് കേരളത്തിൽ സ്ത്രീ സുരക്ഷയുടെ പ്രശ്നം കൂടി തന്നെയാണത്. ഗൗരവമായ പ്രശ്നം, സംഘടനാ പ്രശ്നം മാത്രമല്ല. അതിൽ സർക്കാരിൻ്റെ നടപടികൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണുന്നു, മുന്നോട്ട് പോകുന്നു. ശ്രീകുമാർ, ഇതിനകത്ത് കുറച്ചുകൂടി നേരത്തെ നടപടി എടുക്കണമായിരുന്നുള്ള പ്രശ്നം CPM ഉന്നയിക്കുന്നുണ്ടല്ലോ. അത് മാറ്റി നിർത്തിയാൽ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവവും പരിപാടിയും മനസ്സിലാക്കിയിട്ട് നേരത്തെ തന്നെ ഇത് മുറിച്ച് കളയേണ്ടതല്ലായിരുന്നു. കാരണം ഇത് തെരഞ്ഞെടുപ്പ് സമയമാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഒരു വിജയമുണ്ടാക്കുക എന്നത് അസംബ്ലിയിൽ വളരെ പ്രധാനമാണെന്നിരിക്കെ ഇപ്പോൾ ഇതിൽ കിടന്ന് കുഴഞ്ഞു മറിയുകയാണ്. എനിക്കൊന്ന് VD സതീശൻ അതിലൊരു ക്ലിയർ സ്റ്റാൻഡ് എടുത്ത് ഇയാളെ കൊണ്ടു നടന്നാൽ നമ്മൾ ബുദ്ധിമുട്ടുമെന്ന്. അന്ന് എല്ലാവർക്കും അത് മനസ്സിലായില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിലുണ്ടായ കോലാഹലങ്ങളുടെ മറപിടിച്ച് സതീശനെ അടിക്കാൻ പോലും ചില മുതിർന്ന നേതാക്കൾ തയ്യാറാവുന്നത് പോലും കണ്ടു. ഇപ്പോൾ അതിൻ്റെ കെടുതി മുഴുവൻ ഒരുമിച്ച് പാർട്ടി ആകെ അനുഭവിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇത് കുറച്ചുകൂടി മുന്നേ മനസ്സിലാക്കി അത് പൂർണ്ണമായിട്ടും സർജറി പൂർത്തിയാക്കുന്നതിൽ വിജയിച്ചില്ല എന്നൊരു പ്രശ്നമുണ്ടോ കോൺഗ്രസിന്? നോക്കൂ നിഷാദെ, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. അതനുസരിച്ച് അവർ നിലപാടെടുക്കും, നടപടിയെടുക്കും. അത് കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. അത് കോൺഗ്രസ് എടുത്തതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. എടുക്കാതെ ന്യായങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുന്നതാണ് CPM-ലെ വിഷയം. ഇപ്പം തന്നെ ശ്രീ കണിച്ചേരി എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. കേരളം ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, സമൂഹം ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ചർച്ച വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരേത് ചർച്ചയിലാണെങ്കിലും CPM പ്രതിനിധികളായിരിക്കും. തമാശ അത്. എൻ്റെ പ്രായം പറയാം, എൻ്റെ പ്രായം 67 കേട്ടോ, അല്ലാണ്ട് 76 അല്ല, 67 വയസ്സാണ്. അത് വലിയ പ്രായമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ കോൺഗ്രസിനെ ഞാൻ ന്യായീകരിക്കും. കോൺഗ്രസിനെ ന്യായീകരിക്കുമ്പോൾ എൻ്റെ പ്രായമോ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസമോ എൻ്റെ ജുബ്ബയോ ഒന്നും അല്ല കാര്യം. അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു, അതിന് മറുപടി പറയാം. ഇവിടെ നിഷാദിന് ചോദ്യം ചോദിച്ചു എന്നോട്, രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു വന്നത് എങ്ങനെ? അപ്പം ഞാൻ ആ KSU ചരിത്രം ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് KSUയിലൂടെ NSUയിലൂടെ വന്ന ഒരാളെന്ന് പറയേണ്ടതല്ലേ? അത് പറഞ്ഞാൽ രാഹുലിനെ ന്യായീകരിക്കലാണോ? അയാളെ പുറത്താക്കി, ഇനി അയാൾ കോൺഗ്രസിലില്ല. ഇനി അയാളെക്കുറിച്ച് നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്കൊരു ഒന്നുമില്ല. പിണറായി വിജയൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു ചുക്കുമില്ല. എന്തുവേണേ പറഞ്ഞോളൂ. പിന്നെ മറ്റു കാര്യം എന്താ വെച്ചാൽ, ഈ ഷാഫി പറമ്പിൽ എന്തിനാ ഷാഫി പറമ്പിലെ CPM DYFI പേടിക്കുന്ന എന്തിനാ? എനിക്ക് മനസ്സിലാവണില്ല. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാനാണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയത്. ഇന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു, ഒരു തീരുമാനമെടുത്തു പാർട്ടി, ഞാൻ ആ തീരുമാനത്തെ അംഗീകരിക്കുന്നു എന്ന് പത്രസമ്മേളനം നടത്തി ഷാഫി പറമ്പിൽ പറഞ്ഞു. അതോടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്ന് ചാനലുകളുടെ ഹെഡിങ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫി പറമ്പിലും തള്ളി പറഞ്ഞു. ശ്രീ ദാമോദർ പ്രസാദ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ചാനലുകളുടെ ഇന്നത്തെ ഹെഡിങ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫി പറമ്പിലും തള്ളി പറഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഓരോ രീതിയിലും നമ്മുടെ സമൂഹം ഓരോ പാർട്ടിയെയും ഓരോ രീതിയിലാണ് കാണുക. ഇവിടുന്ന് എല്ലാവരും കണ്ടൊരു കാര്യമുണ്ട്, എന്ത്? കോൺഗ്രസ് ഒരു നല്ല കാര്യം ചെയ്തു. ഈ അതിജീവിതം, അതായത് ഈ പരാതി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുമ്പോൾ നാളെ മുതൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഞാൻ സമയം കടന്നുപോയി, ഞാൻ കുറച്ച് എക്സിലാണ്. നിതിൻ കണിച്ചേരി എനിക്ക് ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞില്ല. ഐ എം വെരി സോറി. താങ്ക് യു നിതിൻ കണിച്ചേരി. അപ്പം ഇല്ല, എന്റെ സമയം കഴിഞ്ഞു പോയി, ഞാൻ എക്സിലാണ്. അടുത്ത ഷോ താങ്ക് യു.